നാവാട്ടം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്തുമാകാമെന്ന് ധരിച്ചു വെച്ച ഒരു MLA ഇന്ന് നാവടക്കി ജയിലിൽ കിടപ്പുണ്ട്. പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗവും നിർബന്ധിത ഗർഭഛിദ്രവും തുടങ്ങി ഒട്ടനവധി കുറ്റങ്ങൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനലിനെ ആദ്യം തുറന്നു കാട്ടിയതെന്ന്? 2025 ജൂലൈ 25-ന്, അതായത് കഴിഞ്ഞ വർഷം ജൂലൈ 25-ന് CPM സഹയാത്രികനായ ഷമീർ TP എന്ന പ്രവാസിയായ ചെറുപ്പക്കാരനാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കുറ്റവാളിയുടെ മുഖം ആദ്യമായി അനാവൃതമാക്കിയത്. മുഖ്യധാരാ മാധ്യമങ്ങൾ വള്ളപ്പാടകല മാറ്റി നിർത്തിയ വാർത്തയെ ഇതേ മുഖ്യധാരയ്ക്ക് ഒടുവിൽ ഗതികെട്ടേറ്റെടുക്കേണ്ടി വന്നത് എപ്പോഴാണ്? അതിന് കാരണക്കാരായ 4 പേരാണ് ഇന്ന് എനിക്കൊപ്പമുള്ളത്. ന്യൂസ് ലാബിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പ്രത്യേക ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സഹയാത്രികനായ TP ഷമീർ, രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ സാർ, മാധ്യമപ്രവർത്തകനായ അൻഷാദ് അമിൻ ഇല്യാസ്, അതുപോലെ തന്നെ നടിയും ചലച്ചിത്ര പ്രവർത്തകയും മോഡലുമായ റിനി ആൻഡ് ജോർജ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂലൈ മാസം 25-ാം തീയതി ഷമീർ TP എന്ന് പറയുന്ന യുവാവ്, ഇടത് സഹയാത്രികനായ CPM സഹയാത്രികനായ ഷമീർ TP എന്ന യുവാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിനെ തുടർന്നാണ് രാഷ്ട്രീയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്രിമിനലിനെ കുടുക്കാനായത്. കാരണം അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നത് കേരളത്തിന് ഇപ്പോഴും, അല്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയം വായിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും അത്രയ്ക്ക് വിസിബിൾ അല്ലാത്ത, അത്രയ്ക്ക് പിടികിട്ടാത്തൊരു സംഗതിയായിട്ട് അവശേഷിക്കുകയാണ്. ഇതെങ്ങനെയാണ് ആരംഭിച്ചെന്നുള്ളത്. ഈ ജൂലൈ മാസം 25-ാം തീയതി ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ ചില ആളുകൾ ഇടത് പ്രൊഫൈലുകൾ ഏറ്റെടുക്കുകയും വലിയ ചർച്ചാ രൂപത്തിലേക്ക് അതിനെ പൊതുമണ്ഡലത്തിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ഒരു സീനിയർ മാധ്യമ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റോടെ അത് നിലച്ചുപോയി. അപ്പം എനിക്ക് ആദ്യം ഷമീർ TPയോട് ചോദിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകനെ ഇന്ന് ജയിലിൽ അടയ്ക്കാൻ സഹായകമായതിൽ ഞാൻ അടയാളപ്പെടുത്തുന്ന ഒന്നാമത്തെ പേരുകാരനാണ് TP ഷമീർ എന്ന് പറയുന്ന വ്യക്തി. എങ്ങനെയാണ് ഷമീർ ഈ പറയുന്ന ജൂലൈ മാസം 25-ാം തീയതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ വാചകങ്ങളിലേക്ക് എങ്ങനെയാണ് ഷമീർ എത്തിച്ചേർന്നത്? കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 25-ന് തന്നെ എൻ്റെ ദീർഘകാലമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തും ഒരു സഖാവുമായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഇൻഫർമേഷൻസ് എനിക്ക് തരുന്നത്. അത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തക രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയിൽ നിന്ന് ഗർഭം ധരിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി അദ്ദേഹം പീഡിപ്പിക്കുകയും എന്നാൽ അയാൾ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് എനിക്ക് കിട്ടിയത്. ഇത് ആദ്യമായി അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ, എൻ്റെ സുഹൃത്ത് എന്നോട് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. കാരണം അതിന് മുന്നോ അതിന് പിന്നെയോ അത്തരമൊരു വാർത്ത ഞാൻ അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് രാഷ്ട്രീയപരമായും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ സാമൂഹ്യപരമായും ഒക്കെ നമുക്ക് വിയോജിപ്പുകളുള്ള പല മനുഷ്യരും ഉണ്ടാവും. എന്നാൽ പോലും ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടുള്ള, പാലക്കാട് MLA ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഒരു സ്ത്രീക്ക് ഉണ്ടായി എന്നുള്ളത് സത്യത്തിൽ എന്നെ വ്യക്തിപരമായി തന്നെ ഞെട്ടിച്ചിട്ടുള്ളൊരു വാർത്തയായിരുന്നു. അങ്ങനെ എന്നോട് ഈ ഇൻഫർമേഷൻസ് എനിക്ക് നൽകിയ ആ സുഹൃത്തിനോടുള്ള, എനിക്ക് എല്ലാ കാലത്തും എനിക്ക് വിശ്വാസമുള്ള ഒരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാർത്തയെക്കുറിച്ച് എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാനത് എഴുതാൻ പോകുന്ന ഒരു വിഷയം ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അദ്ദേഹം എനിക്ക് കൈമാറുകയുമാണ് ചെയ്തത്. സത്യത്തിൽ ഞാൻ ആ പോസ്റ്റ് എഴുതുമ്പോൾ ഇതൊക്കെ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളൊരു ധാരണയ്ക്ക് പുറത്താണ് ഞാനത് എഴുതി തുടങ്ങുന്നത്. അത് എഴുതി തുടങ്ങുമ്പോൾ കേവലം ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തക ഒരു രാഷ്ട്രീയ നേതാവിനാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരൊറ്റ വാർത്ത മാത്രമാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ഞാനത് എഴുതി തുടങ്ങുന്നതും കേരളത്തിലെ പ്രമുഖ ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ മേധാവികളോടും അവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ ആദ്യമായി ഇട്ടത്. ഞാൻ സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളും
സാമൂഹിക വിഷയങ്ങളൊക്കെ വരുമ്പോൾ വളരെ കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെട്ടെന്ന് പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ കൂടി അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടും ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ടും നമ്മുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ ആ പോസ്റ്റിൽ നിഴലിക്കരുത് എന്ന് വാശിയുള്ളത് കൊണ്ടും ഞാൻ ആ പോസ്റ്റ് പല തവണ വായിച്ച് പല ആവർത്തി വായിച്ച് തിരുത്തിയും വെട്ടിയും ഒക്കെ ദീർഘനേരം സമയമെടുത്താണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു ഫേസ്ബുക്ക് മറ്റുള്ള മനുഷ്യരെ വിഷമിപ്പിക്കരുത് എന്നുള്ള ദൃഢനിശ്ചയം എനിക്കുണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ അത്തരം ഒരു ഫേസ്ബുക്ക് ഞാൻ പോസ്റ്റ് ചെയ്തു. പക്ഷെ ആ പോസ്റ്റ് ചെയ്ത ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഇതൊരു പുതിയ വാർത്തയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ദീർഘകാലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് മാധ്യമ മേഖലയിൽ നിന്നുള്ള നിരവധി സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അവസാനം എത്തിയ ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായത്. കാരണം പലരും എന്നോട് വാട്സപ്പിലും ഇൻബോക്സിലും ഒക്കെ വന്ന് ഞങ്ങൾക്കിത് അറിയാമായിരുന്നു, ഇത് കുറെ കാലമായിട്ട് മാധ്യമ ഞാൻ ഇടയ്ക്ക് കയറി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഷമീർ ടിപിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. ആരെയും ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞോ അല്ലെ അയാളെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയോ ഒന്നുമല്ല ഷമീർ ടിപി ആ പോസ്റ്റ് ചെയ്തത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതിലാരും വിഷമിക്കേണ്ട കാര്യവുമില്ല. ആ പോസ്റ്റ് പ്രധാനപ്പെട്ട ഇടത് പ്രൊഫൈലുകൾ, നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇടത് പ്രൊഫൈലുകൾ അത് ഏറ്റെടുത്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമരംഗത്ത് ഉണ്ടായ ഒരു സംഭവം മാധ്യമപ്രവർത്തനത്തിലൂടെ പുറത്തു വരാതെ ഷമീർ ടിപി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനിലൂടെ, ഷമീർ ടിപി എന്ന് പറയുന്ന ഒരു പ്രവാസിയിലൂടെ, ഷമീർ ടിപി എന്ന് പറയുന്ന ഒരു CPM സഹയാത്രികയിലൂടെ അത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇത് മാധ്യമങ്ങളിൽ ഇടം പിടിക്കേണ്ട വാർത്തയാണ്. മാധ്യമ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള എവിടുത്തെയാണെങ്കിലും ഏത് സ്ഥലത്തെയാണെങ്കിലും ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം കിട്ടിയാൽ അത് വാർത്തയാക്കേണ്ട വലിയ ഉത്തരവാദിത്ത ജേർണലിസം അത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നിർവഹിക്കേണ്ട ഒന്ന് തന്നെയാണ്. അവിടെയാണ് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്തൊരു സംഗതി ഷമീർ ടിപി എന്ന് പറയുന്ന ആൾ മാത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ ഞാനിത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മറ്റു പലർക്കും അറിയാമായിരുന്നു. അത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായ പല സുഹൃത്തുക്കൾക്കും ഈ വിവരം അറിയാമായിരുന്നു എന്നുള്ള വാർത്ത എന്നെ വലിയ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും ഇത് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇവർ നിശബ്ദത പാലിച്ചു എന്നുള്ളത് ഈ സമയമായിട്ടും എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് ആയിരുന്നിരിക്കില്ല ഒരുപക്ഷെ അവരത് മൂടി വെച്ചത്. മറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വിടുമ്പോൾ ഉണ്ടാവുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോഴും റിനിയെ പോലുള്ള ആളുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പേടിച്ചിട്ടായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതല്ലാതെ സ്വന്തം സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടിട്ടും മാധ്യമ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ പുറത്തു വന്ന 2-3 വാർത്തകളും അടുപ്പിച്ച് വരുന്നത്. സ്വന്തം സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടത് അറിഞ്ഞിട്ടും ആ വാർത്ത പുറത്തെത്തിക്കാതെ നിശബ്ദത പാലിച്ചു എന്നുള്ളത് എനിക്ക് ഇതുവരെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകരെയൊക്കെ കാണുന്നത് ധാർമ്മികത നിഴലിക്കുന്ന, അതല്ലെങ്കിൽ അത് ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തകരെന്നാണല്ലോ. അപ്പോൾ സ്വന്തം സഹപ്രവർത്തകയാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും വേണ്ട, സഹപ്രവർത്തകയോട് തന്നെ സംസാരിച്ചാൽ അതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഒരാള് പോലും അത് പറയാൻ തയ്യാറാവാതെ നിശബ്ദത പാലിച്ചു എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് അതിനെ തുടർന്ന് മറ്റു പലരും പോസ്റ്റുകൾ എഴുതി. പ്രേംകുമാർ മാഷ് ഉൾപ്പെടെയുള്ള ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഷമീർ ടിപിയുടെ പോർഷനാണ് അറിയേണ്ടത്. ഷമീർ ടിപിയുടെ അതിൻ്റെ പങ്കാളിത്തമാണ് വളരെ വ്യക്തമായി എനിക്ക് മലയാളിയോട് പറയാനുള്ളത്. ഞാൻ പ്രേംകുമാർ സാറിലേക്കാണ് അടുത്തത് വരുന്നത്. ഷമീർ ടിപിയാണ് എൻ്റെ സബ്ജക്റ്റ്. ഷമീർ ടിപിയാണ്. തീർച്ചയായും അത്തരം ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം വ്യക്തിപരമായി തന്നെ നിരവധി ആക്രമണങ്ങൾ നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ ഇതിനു മുന്നും പുത്തരി അല്ലാത്തത് കൊണ്ട് എനിക്കതിനെ വലിയൊരു ഗൗരവമായിട്ട് ഞാൻ കണ്ടില്ല. എങ്കിൽ കൂടി പലതരത്തിലുള്ള ആക്രമണങ്ങൾ പലയിടത്തു നിന്നായി ഉണ്ടായി. അത് ഇത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരമൊരു വിഷയം മറ്റുള്ളൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ള ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന, അതല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷക്കാരായ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ അത്തരമൊരു വിഷയത്തെ ഉയർത്തേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യമാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ തുടരെ ആ വിഷയത്തെ അധികരിച്ച്
പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് പിന്നീട് പോസ്റ്റുകളും റിനിയുടെ വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായത്. അല്ല, അതിനു മുമ്പ് ഒരു ട്വിസ്റ്റ് ഉള്ളത്, 2025 ജൂലൈ മാസം 27-ാം തീയതി കെ ഷാഹിനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ഏത് സാഹചര്യത്തിലും പോൺ തിരയുന്ന ഉദ്ധരിച്ച ലിംഗങ്ങൾ എന്നത് മാത്രമാണ് നിങ്ങളുടെ അസ്തിത്വം എന്ന് പറഞ്ഞൊരു വാചകം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ പോയിന്റിലാണ് ഷമീർ ടി പിക്കൊപ്പം പ്രധാനപ്പെട്ട ഇടത് സഹയാത്രികരുമൊക്കെ ചേർന്ന് നടത്തിയൊരു വലിയ പോരാട്ടം ഒറ്റയടിക്ക്, അതായത് ഉച്ചയ്ക്കടിച്ച് ഒരു മനുഷ്യനെ അവസാനിപ്പിക്കുന്നത് പോലെ കേരളം ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ അതിപ്പം എന്താണെന്ന് നമ്മൾക്കറിയാം. നമ്മളിപ്പോൾ അതിൻ്റെ വലിയ വാർത്തകൾ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ പറയുന്നത്, ഏത് ജൂലൈ മാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ജൂലൈ മാസം 27-ാം തീയതി കെ ഷാഹിനെ പോസ്റ്റ് ഇടുന്നതോടുകൂടി ഇടതുപക്ഷത്തുള്ള മുഴുവൻ ആളുകൾക്കും തങ്ങൾ ചെയ്തത് മഹാപാതകമായി പോയോ എന്നൊരു സംശയം തോന്നുന്ന സാഹചര്യമുണ്ടായി. കാരണം എനിക്കറിയാവുന്ന ഫേസ്ബുക്കിൽ എഴുതുന്ന നിരവധി സുഹൃത്തുക്കൾ ഷമീർ ടി പി അടക്കം തള്ളി പറഞ്ഞുകൊണ്ട് ഇത് കാണിക്കുന്നത് മര്യാദകേടാണ് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, അല്ലെങ്കിൽ ആ വിഷയം അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ശരിക്കും ഈ വിഷയം ഏറ്റെടുക്കാൻ ഈ വിഷയം ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാൾ മുൻപോട്ട് വരാൻ ധൈര്യപ്പെടാതിരുന്ന സമയത്താണ് പ്രേംകുമാർ സാർ വരുന്നത്. എങ്ങനെയാണ് പ്രേംകുമാർ സാറ് ഈ വിഷയത്തിലേക്ക്, ഷമീർ ടി പിയെ പോലെ ഒരാൾ ഉന്നയിച്ച വിഷയം, അല്ലെങ്കിൽ അങ്ങനെ സൈബർ ലോകത്ത് അറിയപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ മുന്നോട്ട് വെച്ച ഒരു വിഷയം, അത് മാധ്യമ മേഖലയിൽ നടന്ന വിഷയം, മാധ്യമ രംഗത്തെങ്ങും അടയാളപ്പെടുത്താതെ പോയ വിഷയം, സോഷ്യൽ മീഡിയയിൽ മാത്രം അടയാളപ്പെട്ടൊരു വിഷയം, എങ്ങനെയാണ് പ്രേംകുമാർ സാറിന് അഡ്രസ്സ് ചെയ്യാൻ തോന്നിയത്? ഇതിനകത്ത് ഷമീറിന്റെ കയ്യിലുണ്ടായിരുന്ന ഇൻഫർമേഷനും എൻ്റെ അറിവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷം മുന്നേ മുതലെങ്കിലും എനിക്ക് അറിയാമായിരുന്നു ഈ ചങ്ങാതിയിൽ ഇങ്ങനെ ഒരു സ്വഭാവ വൈകൃതം ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഇത്രയും എന്താ പറയാ ഒരു 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 പറയാ ഇത്രയും വൈകൃതവും ഇത്രയും എന്താ പറയാ ഒരു സൈക്കോപ്പത്തിന്റെ നിലയിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്രായഭേദമന്യേ ഇദ്ദേഹം ആളുകളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പഠിപ്പിച്ച കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ് ഇറങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ ആങ്കറോട് നാളെ മൂന്നാറിലേക്ക് പോയാലോ എന്ന് ചോദിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. ചോദിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഒരു ദിവസം ഇത് പുറത്തു വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഷമീർ ടി പിയുടെയും പിന്നെ സുനോജ് വർക്കിയുടെയും പോസ്റ്റുകൾ കണ്ട സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ വളരെ ക്രൂഷ്യലായ സാധനങ്ങൾ ഇടപെടുന്നതിന് മുമ്പ് പലപ്പോഴും ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുന്ന എൻ്റെ വളരെ റിലയബിൾ ആയ ഒരു ഫ്രണ്ടാണ്, ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം ഓത്തന്റിക് ആണോ, ഇപ്പൊ വരുന്ന മീഡിയ പ്രവർത്തകരുടെ വിവരം ഓത്തന്റിക് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഓത്തന്റിക് ആണ് എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷെ വളരെ കോഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇറങ്ങിയത്. ഞാൻ ആദ്യം തന്നെ വിശദീകരിച്ച് എഴുതിയിട്ടൊന്നുമില്ല. എനിക്കറിയാം ആളുകൾ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുക. രാഹുലിനും ഷാഫിക്കും ബൽറാമിനും ഒക്കെ ഈ മീഡിയ നെക്സസിലുള്ള ആക്സസിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല ധാരണയുണ്ട്. വലിയ ഇടതുപക്ഷ വിപ്ലവ ഫെമിനിസ്റ്റും പറയുന്ന ആളുകൾക്കൊക്കെ സത്യത്തിൽ എവിടെയാണ് കൂറുന്നത് എനിക്ക് നല്ല അനുഭവം കൊണ്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് ഒരു ചെറിയ ഒരു റേഡിയോ മാംഗോയുടെ ഒരു ലോഗോ എടുത്തിട്ട് എന്റെ ലാവണത്തിൽ നിന്നുള്ള ഒരു സാധനം ഇടുകയായിരുന്നു. റേഡിയോ മാങ്ങ നാട്ടിലെങ്ങും പാട്ടായി എന്ന് മാത്രം. അതവിടെ നിന്നു. അതിനുശേഷമാണ് ലക്ഷ്മി പത്മയും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൂടെയുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഏതോ ഒരു എന്താ പറയാ ഒരു ഫേക്ക് ഐ ഡി, എനിക്കറിയില്ല അത് CPM പ്രൊഫൈൽ ആണോന്ന് പോലും അറിയില്ല, എന്താണ് പോരാളി ഷാജി എന്നുള്ളതിന്റെ 10,000-ൽ നിന്നൊരു വീഡിയോ വരുന്നു. ആ വീഡിയോ വന്നതിന് തൊട്ടു പിന്നാലെയാണ് കെ ഷാഹിന പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ആളുകളെല്ലാം ഉദ്ധരിച്ച ലിംഗങ്ങളാണ് എന്ന് പറയുന്നത്. ഈ എന്താ പറയാ പോരാളി ഷാജി എന്നുള്ളത് ഓഥന്റിക് ആണോ എന്ന് നോക്കുക പോലും ചെയ്യാതെ ഇടതുപക്ഷത്തെ ആരെങ്കിലും ഈ ലക്ഷ്മി പത്മയുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാണ്ടെയാണ് ഈ മാന്യദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടെ ഷനോജ് പറഞ്ഞ സത്യമാണ്, ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡെഡ് എൻഡിലേക്ക് പോയി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഈ ക്യാമ്പയിന് രക്ഷിച്ചു കൊണ്ടുവന്നത് എങ്ങനെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് ഗംഭീരമായി വന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ക്രെഡിറ്റ് ഷമീറിനും എന്താ പറയാ സുനോജ് വർക്കിക്ക് കൊടുക്കും. അടുത്തെനിക്ക് നന്ദി പറയാനുള്ളത് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത് VT ബൽറാമിനോടും കെ ഷാഹിനിയോടുമാണ്. കാരണം കെ ഷാഹിനിയുടെ ഉദ്ധരിത ലിംഗ പോസ്റ്റാണ് ആ നിമിഷം മുതൽ ഈ ഷാഫി മാങ്കൂട്ടം ബൽറാം ആർമി പോസ്റ്ററുകളാക്കിയിട്ട് നാട് മുഴുവൻ വിതരണം ചെയ്തു. ഒരു വിധപ്പെട്ട പോസ്റ്ററുകളിലൊക്കെ എന്റെ ചിത്രമായിരുന്നു കൊടുത്തിരുന്നത്, പോൺ കുമാർ എന്നൊക്കെ എഴുതിയിട്ട്.
പിറ്റേ ദിവസം രാവിലെ VT ബൽറാം KPCCയുടെ വൈസ് പ്രസിഡന്റും സോഷ്യൽ മീഡിയ ചുമതലയുള്ള ആളും ഞാൻ അന്നിട്ട എന്റെ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയും കൂടി പരാമർശിച്ചുകൊണ്ട് ഒരു തരത്തിലും ഞാൻ പ്രൊവോക്ഡ് ആവാതിരിക്കരുത് എന്നുള്ളതോട് 3-4 ലെയറിൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയായിരുന്നു. അയാൾക്ക് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒരർത്ഥത്തിൽ ഒരു സ്ത്രീ പീഡനം നടത്തിയ ഒരു ചങ്ങാതിയെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല, അയാളുടെ ആദ്യമേ ശത്രുവായിട്ടുള്ള പാലക്കാട് വന്ന് കളിക്കുന്ന രാഹുലിനെ തീർക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത്. അല്ലെങ്കിൽ ഞാൻ അത്ര പ്രൊവോക്ഡ് ആവില്ലായിരുന്നു. ഞാൻ ആ പോസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. VT ബൽറാമിനാണ് എനിക്ക് ഏറ്റവും നന്ദി പറയുന്നത്. പിന്നെ എന്നിട്ട് സത്യം പറഞ്ഞാൽ അവിടെ നിന്നു. കാരണം ആദ്യത്തെ കേസിലുള്ള ആളെ ഏഷ്യാനെറ്റിലെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചേർന്ന് അത് ഒതുക്കി തീർത്തു. വളരെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളും അല്ലെങ്കിൽ എന്താ പറയാ പൊട്ടൻഷ്യൽ പ്രിഡേറ്റേഴ്സും ആയിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊരു സത്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരാളെ ആളുകൾ പിന്തുണയ്ക്കുന്നത് എന്ന് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുന്നതിൽ കാര്യമൊന്നുമില്ല. കാരണം പ്രണയം പറഞ്ഞിട്ട് തിരിച്ചു കിട്ടാത്ത, റെസിപ്രോക്കേറ്റ് ചെയ്ത് കിട്ടാത്ത, സെക്സ് കിട്ടാത്ത, അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുറെ ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു ഹീറോ ആണ് ഇതുപോലുള്ള പ്രെഡേറ്റേഴ്സ്. അത് ഗോവിന്ദചാമി ആയിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നാലും. അവിടെ അങ്ങനെ നിന്ന് താഴ്ന്നു പോയിരുന്ന ഒരു സാധനം പിന്നെ ഒരു ബൂസ്റ്റ് വന്നിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഇവർ തന്നെ കാശ് കൊടുത്ത് ചെയ്യിച്ചിട്ടുള്ള നമ്മുടെ ഷാജൻ സ്കറിയയുടെ വീഡിയോയിലൂടെയാണ്. അതായത് ഷാജൻ സ്കറിയ ആദ്യ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം മഹാവൃത്തികെട്ടവനാണെന്ന് പറയുകയും 4 ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യമായ ഒരു കൊട്ടേഷന്റെ ഭാഗമായിട്ട് തിരിച്ചു പറയുകയും ചെയ്തു. അയാളാണ് പിന്നെ ഒരു വീഡിയോ ചെയ്ത് അയാൾ അതിൻ്റെ അകത്ത് പുതിയൊരു കഥയൊക്കെ കൊണ്ടുവന്നിരുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ ഇപ്പോൾ പറയുന്നു, 2 മില്യണിൽ കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണത്. പിണറായി വിജയൻ തീരുമാനിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിയാക്കാൻ. അദ്ദേഹം പ്രേംകുമാറിനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. പ്രേംകുമാർ താരാട്ടോജോ അലക്സുമായിട്ട് ഗൂഢാലോചന നടത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തിയ ഗൂഢാലോചനയിൽ വീഴുകയായിരുന്നു VD സതീശൻ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊക്കെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത്. അതും ചെറുതല്ലാത്ത രീതിയിൽ, കാരണം 2 മില്യണിൽ കൂടുതൽ ആളുകൾ ആ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആളുകൾ സത്യം പറഞ്ഞാൽ ഒന്നും കൂടെ ഇത് അന്വേഷിച്ച് കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. പിന്നെ ഡെഫിനറ്റ്ലി അടുത്ത ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ റിനിയുടെ ധീരമായ പറയലാണ്. മനോഹരമായ പറയലായിരുന്നു അത്. ആളുടെ പേര് പറയാതെ, ഒരു തരത്തിലുള്ള മാലിസും എക്സ്പ്രസ് ചെയ്യാതെ, ഒരു തരത്തിലുള്ള വെഞ്ചിയൻസും എക്സ്പ്രസ് ചെയ്യാതെ, ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു സാധനം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അതായത് വളരെ എക്സ്പ്ലോസീവായ കാര്യങ്ങൾ എങ്ങനെയാണ് ആളുകളിൽ ഏറ്റവും സ്പർശിക്കുന്ന രീതിയിൽ പറയുക എന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ദിവസം CM ആ കപ്പ് പിടിച്ചിരുന്നത് എത്ര നൈസായിട്ടാണ് ആളുകളിലേക്ക് പോയിട്ടുള്ളത്. അതേപോലെ തന്നെയായിരുന്നു റിന്യൂ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരെ ആളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അത്ര നല്ല ഇമ്പാക്ട്, ഇത്ര ഇമ്പാക്ട് ഉണ്ടാവുമായിരുന്നില്ല. അത് ഹൂ കെയേഴ്സ് എന്ന് മാത്രം പറയുക. എനിക്ക് ഓഫ് കോഴ്സ് ഐ സ്റ്റിൽ ലൈക്ക് ഹിം, ഹി വാസ് മൈ ഫ്രണ്ട് എന്ന് തന്നെ പറയാം. നല്ല മനുഷ്യനായിരുന്നു. ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ള പോലെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു നെറേറ്റീവ് അതിൻ്റെ അത്. കാരണം ഇതൊരു നിരാശ കൊണ്ട് പറയുന്നതോ ദേഷ്യം കൊണ്ട് പറയുന്നതോ ഒരു കൺസെൻഷ്വൽ റിലേഷൻ, അത് ഒരു അഫെയർ ആയിരുന്നാലും സെക്ഷൽ റിലേഷൻ ആയിരുന്നാലും ഉണ്ടായതിനു ശേഷമുള്ള ഒരു പകയിൽ നിന്ന് പറയുന്നതാണെന്നൊക്കെ രീതിയിൽ മിസ്റീഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ എത്ര ഗ്രേസ്ഫുൾ ആയിട്ടാണോ പറയേണ്ടത് അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടേ പറഞ്ഞിരുന്നത്. ആ റിവലേഷൻ വന്നതിന് ശേഷം സത്യത്തിൽ ഞാനൊക്കെ ഇനി ഇത് ട്രാക്കിലായി കഴിഞ്ഞിരിക്കുന്നു, ഇത് ഞാൻ അതിന്റെ ഒരു അവസാനത്തിലേക്ക് പോകുന്ന ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ അന്നും ഇന്നും എന്നും ഈ ഡിസ്കോഴ്സിൽ കോൺഫിഡന്റ് തന്നെയാണ്. മാഷ ഇത് പൊളിഞ്ഞു പോയല്ലോ, ഇത് തകർന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും സങ്കടത്തോടെ ആകാംക്ഷയോടെ വിളിക്കുമ്പോൾ ഞാൻ വെയിറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിന്റെ കാരണം ഒരൊറ്റ ഒന്നേ ഉള്ളൂ, ഈ വരുന്ന ഏപ്രിൽ മെയ് മാസം വരെയെങ്കിലും ഉറപ്പായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതെനിക്ക് ഉറപ്പാണ്. അതിനിടയിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ സാധനം വരും, ഒരു ദിവസം വന്നാൽ ഇതിന്റെ കഥ കംപ്ലീറ്റ് മാറുമെന്നുള്ളത്. ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം ഒന്നും എനിക്ക് ഭയങ്കര അത്ഭുതമൊന്നും തോന്നിയിട്ടേ ഇല്ല. കാരണം ആ പരാതിക്കാരിയുടെ ഒരു വോയിസ് നോട്ട് CMന്റെ കാതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു എന്താ പറയാ ആക്ഷൻ കേരളത്തിൽ ഉണ്ടാവും. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവാണ്. കുറെ ആളുകൾ എങ്ങനെ തൂക്കിയിട്ടുണ്ടല്ലോ. പിന്നെ കോൺഗ്രസിന്റെ അകത്തും ഇത്തരം വൃത്തികേടുകളെ ഒരു കാരണവശാലും സമ്മതിക്കാത്ത കുറെ നല്ല മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അത് സത്യമാണ്. കാരണം ഞാനൊക്കെ കഴിഞ്ഞ മിനിസ്ട്രിയുടെ അവസാന കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലേനെയൊക്കെ, VD സതീശനെയും. അങ്ങനെയുള്ള ആളുകൾ പോലും എന്നോട് നേരിട്ട് പറയാൻ അവർക്ക് റിസർവേഷൻസ് ഉള്ളത് കൊണ്ട് വളരെ വിശ്വസരായ ആളുകളിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഞങ്ങൾ ഇതിനെപ്പറ്റി അവെയർ ആണ്, ഒരു കോംപ്രമൈസും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉന്നതമായ ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിലുണ്ട്. രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അവിടെ പോവുകയും പിണറായി വിജയനോട് മുത്തച്ഛനാണെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയുടെ കൊച്ചുമകന് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കേരളമാണ് നമ്മുടെ.
അവിടെ ഈ മാതിരി എന്താ പറയുക മനുഷ്യരൂപികളായ വികൃത ജന്മങ്ങളെ ജീവിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇതിൽ പലപ്പോഴും എന്താ പറയാ ഭയങ്കര കുഴപ്പം ചെയ്യുന്നത് ഒരുപക്ഷെ ഷാഫി പറമ്പിലിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ മറുനാടൻ ഷാദിനേക്കാൾ, അവരൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ദോഷം ചെയ്യുന്നത് ഇപ്പുറത്താണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മളൊക്കെ പഠിപ്പിക്കാൻ നടക്കുന്ന ആളുകളുടെ ചില സമയത്തുള്ള ഇടപെടലുകളാണ് ഭീകരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കുക. അതിൽ MN കാരശ്ശേരി മാഷായിരുന്നാലും KC ഉമേഷ് ബാബു ആയിരുന്നാലും എനിക്ക് അവിടെയാണ് പ്രേംകുമാർ മാഷിനോട് അടുത്ത ചോദ്യം വരുന്നത്. ഞാൻ ഈ പറഞ്ഞ 2025, അത് കഴിഞ്ഞ വർഷം ജൂലൈ മാസം 27-ാം തീയതി ഈ പറയുന്ന ഏത് സാഹചര്യത്തിലും പോൺ തിരിയുന്ന ഉദ്ധരിച്ച ലിംഗങ്ങൾ എന്നത് മാത്രമാണ് നിങ്ങളുടെ അസ്തിത്വം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു മാധ്യമ സ്ഥാപനത്തിനകത്ത് നടന്ന സംഭവം അത് പുറം ലോകം അറിയാതെ ഒത്തുതീർക്കപ്പെടുന്നു എന്നതാണ് ഷമീർ TPയുടെ പോസ്റ്റിൻ്റെ കാതൽ. ഷമീർ TP നിരന്തരം ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളല്ല. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടെലിവിഷൻ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന, ടെലിവിഷൻ അവതാരകരുമായും ജേർണലിസ്റ്റുകളുമായും ഒക്കെ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പ്രേംകുമാർ സാർ തന്നെ തോന്നുന്നുണ്ടോ ഇത് ഇവരാരും അറിയാതിരുന്ന, കേരളത്തിൽ ഒരു ജേർണലിസ്റ്റും അറിയാതിരുന്ന പരമരഹസ്യമായിരുന്നു ഷമീർ TP പുറത്തുവിട്ടത് എന്ന ഒരു തോന്നൽ സാറിനുണ്ടോ ശരിക്കും? അല്ല, അത് മാത്രമല്ല, ഷമീർ TPക്ക് അത് ആദ്യം അറിയില്ലായിരുന്നു എന്ന് ഷമീർ TP പറഞ്ഞു. പക്ഷേ ഞാനിത് വടകരയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴും ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് സംഭവിച്ചത്, ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ഈ വാർത്ത വായിക്കുന്ന നിങ്ങൾക്ക്, ഒരു ആങ്കറോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെറുതെ മൈക്കും പിടിച്ച് അങ്ങ് ദൂരെ ഒന്നും പോണ്ട, നിങ്ങളുടെ ഡെസ്കിൽ അന്വേഷിച്ചാൽ മതി, നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങളുടെ ബാക്ക് സ്റ്റുഡിയോയിൽ ചോദിച്ചാൽ മതി, അവിടെ ഉണ്ടാവും ഇയാളുടെ പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു 1/2 ഡസൻ ആളുകളെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിലുണ്ട്. എപ്പോഴേ അറിയാമായിരുന്ന കാര്യമാണ്. അത് പുറത്തു വരാതിരുന്നതിന് പിന്നെ 2 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന ആളാണ്, ശത്രുവിന്റെ ശത്രുവാണെന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ആയ സാധനം. ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന ഒരാളെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യവും ബൈ ഡിഫോൾട്ട് അതിന്റെ വർഗപരമായ സ്വഭാവം വെച്ചിട്ട് മലയാളത്തിലെ മീഡിയ അംഗീകരിക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. ഇനി അഥവാ അവരത് പുറത്തു പറയാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഇതിന്റെ 1000-1 അംശമുള്ള ഒരു കാര്യം പ്രേംകുമാറിനെ പറ്റിയോ ഷമീറിനെ പറ്റിയിട്ടോ അല്ലെ വേറെ ഏതെങ്കിലും ആളെ പറ്റിയിട്ടായിരുന്നെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവമായിരുന്നു ഉണ്ടാവുക, എമ്മാതിരി ചർച്ചയായിരുന്നു ഉണ്ടാവുക എന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഫെമിനിസ്റ്റ് കൂട്ടായ്മ ആ സമയത്ത് ഇറക്കിയ പ്രസ്താവന എന്തായിരുന്നു പറയാം നിങ്ങൾക്ക്? അതായത് അബോർട്ട് ചെയ്യാനുള്ള സ്ത്രീകളുടെ റൈറ്റ് എന്നുള്ളത് വിമൻസ് ലിബറേഷന്റെ ഭാഗമായിട്ട് നേടിയെടുത്തതാണ്. സത്യമാണ്. ഇഷ്ടമല്ലാത്ത ഗർഭം അബോർട്ട് ചെയ്യാനുള്ളത് ഒരു സ്ത്രീയുടെ റൈറ്റ് ആണ്, സമരം ചെയ്ത് നേടിയെടുത്ത. കാരണം എപ്പോ ഗർഭിണിയാവണമെന്നുള്ളത് പുരുഷൻ മാത്രമല്ല സ്ത്രീയും കൂടിയാണ് തീരുമാനിക്കുന്നത്. ആ റൈറ്റിനെതിരുള്ള ഒരു മൂവ്മെന്റ് ആയി പോവും ഇത് എന്ന്. എങ്ങനെ? അതായത് ഈ കുഞ്ഞിനെ എനിക്ക് വേണം, ഞാൻ നോക്കിക്കൊള്ളാം, നീ അറിയണ്ടാവുന്ന ഒരു പെൺകുട്ടി കരഞ്ഞു പറഞ്ഞിട്ടും ഒറ്റ ചവിട്ടിന് നിന്നെ കൊല്ലാവുന്നേ ഉള്ളൂ, എത്ര സെക്കൻഡ് കൊണ്ട് നിന്നെ കൊല്ലാവുന്നതേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ഒരു മനുഷ്യൻ വിഷം കൊടുത്ത് ആ അമ്മയുടെ ആ ജീവൻ പോലും അപകടമാവുന്ന രീതിയിൽ ഭ്രൂണത്തെ കൊല ചെയ്ത വാർത്ത ഓഡിയോ നമ്മൾ കേട്ടതിന് ശേഷം കേരളത്തിലെ എണ്ണം പറഞ്ഞ ഫെമിനിസ്റ്റുകൾ എല്ലാവരും കൂടി പറഞ്ഞത് ഇത് അബോർഷൻ റൈറ്റ്സിനെതിരെയുള്ള മൂവ്മെന്റ് ആയി പോകുന്നതാണ്. ഇത്ര ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മനുഷ്യ പറ്റില്ലാത്ത ആളുകളാണ് ഈ ആളുകൾ എല്ലാവരും. ഇതിൽ ഒന്നാമത്തെ അതിജീവിതയെ പറ്റിയിട്ട് എന്താ പറയാ ഖണ്ഡകാവ്യങ്ങളിൽ എഴുതിയിട്ടുള്ള KC ഉമേഷ് ബാബു വിഷകന്യക എന്നാണ് പറഞ്ഞത്. വിഷകന്യക, അതായത് രാജാവിന് വിഷമേൽക്കാതിരിക്കാൻ വേണ്ടി കാലങ്ങളോളം വിഷം കഴിക്കുന്ന കന്യകയാണ് വിഷകന്യക എന്ന് പറയാം. അതായത് ഇവന്റെ കൂടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തതിനു ശേഷം ഇയാളെ പൊളിറ്റിക്കലി അവസാനിപ്പിക്കാൻ വേണ്ടി പുറത്തു വന്ന് പറയുന്നവരാണെന്നുള്ളത്. ഇതിൽ ഏറ്റവും അപകടം ഇങ്ങനെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് അത് ഒളിച്ചു വെച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ, സഹപ്രവർത്തകർ, പിന്നെ ഇയാൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തിട്ടുള്ള ഈ പാർട്ടിന്റെ ഉള്ളിലുള്ള ഒരു വിഭാഗം. അത് ഷാഫി പറമ്പിലും VT ബൽറാമും, ഞാൻ VT ബൽറാമിന്റെ പേര് ആവർത്തിച്ച് തന്നെ പറയാം, ആര് പറഞ്ഞിട്ടില്ലെങ്കിൽ, കാരണം VT ബൽറാമിനോട് ഈ കാര്യം നേരിട്ട് പറഞ്ഞിട്ടുള്ള 1 ഡസൻ ആളുകളെങ്കിലും എനിക്കറിയാം. വനിതാ കോൺഗ്രസിനകത്ത് VT ബൽറാമിനോട് ഇത് പറഞ്ഞിട്ടുള്ള 1 ഡസൻ ആളുകളെങ്കിലും എനിക്കറിയാം. ഇപ്പം ഒരുവിധം ആളുകൾ എന്താ പറയുക ഷാഫി പറമ്പിലിനെ പറ്റി പറയുകയും VT ബൽറാമിനെ എന്തുകൊണ്ടോ പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ഒരുപോലെ തന്നെ ഈ ക്രൈമിൽ പങ്കാളികളാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ, പിന്നെ മാധ്യമങ്ങളുടെ അകത്തുള്ള ആളുകൾ, പിന്നെ എന്ത് തോന്നിവാസം ചെയ്താലും ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന വളരെ സ്യൂഡോ ആയിട്ടുള്ള ഒരു സാംസ്കാരിക സാഹിത്യ കക്ഷികൾ. പക്ഷെ ഇതിന് വേറൊരു പ്രതീക്ഷാനിർഭരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേ മീഡിയ തന്നെയാണ്
ഇതാ ചീമുട്ട എറിയുന്നേ, ചീമുട്ട 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 എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആവുന്നതും, റോഷിവാലിനെ പോലെയുള്ള പത്രപ്രവർത്തകരുടെ അയാളുടെ പിന്നാലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതും, ലക്ഷ്മി പത്മ തന്നെ പിന്നെ ഗംഭീരമായ റിവലേഷൻസ് നടത്തുന്നതും, കോൺഗ്രസിനുള്ളിലുള്ള ആളുകൾ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. ഒരു കടൽ ഇളകി വന്നാലും ശരി ഞാൻ ആ പറഞ്ഞ കാര്യം മാറ്റില്ല എന്ന് പറഞ്ഞ് സ്റ്റേണായി നിൽക്കുകയും ചെയ്യുന്നത് ആരാണോ ഇയാളുടെ ഈ വൈകൃതങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെ കൂടെ പിടിച്ചത്, അവരെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തിരുത്തി പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തിന് പറ്റിയിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഈ മൊത്തം ഇവല്യൂഷനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നാളെ തന്നെ അയാൾ എല്ലാ കേസിലും മുൻകൂർ ജാമ്യവും കിട്ടി പുറത്തിറങ്ങിയിട്ട് വിലസി നടന്നാലും ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞതാണ്, ഗംഭീരമാണ്. അടുത്ത ഇലക്ഷനിൽ അയാൾ സ്വതന്ത്രനായിട്ടോ ഇനി ഏതെങ്കിലും പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ടോ മത്സരിച്ച് ജയിച്ചാൽ പോലും ഈ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്ലിക്കേഷൻ അവിടെ തന്നെ ഉണ്ടാവും. അതിൽ എവിടെയോ ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊക്കെ നമ്മളും പങ്കെടുത്തു എന്നുള്ളതിൽ ഭയങ്കര അഭിമാനം ഉള്ളതാണ്. എനിക്കെതിരെയൊക്കെ ഇനിയും എന്തും വരാം, എന്ത് സംഗതി രീതിയിലും വരാം. ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന, ഇന്നലെയും വന്നുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഷമീറിനോട് പറയായിരുന്നത്, ഞാൻ BJP-യിൽ പോയി എന്നും നാളെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ ഇതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് വരുന്നത്, ഇതേ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ ടീഷർട്ടിലെ ചിത്രമൊക്കെ എടുത്തിട്ട് കാവ്യാണല്ലോ ഞാൻ BJP-യിൽ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഒരൊറ്റ സ്ഥലത്ത് നിന്ന് വരുന്നത്. എന്ത് വരാം, നാളെ ഇതിനേക്കാളും ഗംഭീര കാര്യവും വരാം. അതും പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പണ്ടാര പറഞ്ഞ പോലെ ഈ ദിലീപിന്റെ കേസിനെ പറ്റി പറയുമ്പോൾ MV നികേഷ് കുമാർ ഒരു ഇന്റർവ്യൂവിൽ ഹർഷനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവനെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ആ ഒരു ഡയലോഗ് മാത്രമേ പറയാനുള്ളൂ, അവരെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. ഈ തെറി വിളിക്കാനും ഒരാളെ വിട്ട് തല്ലിക്കാനൊക്കെ പറ്റിയായിരിക്കും, പക്ഷെ അഭിപ്രായം മാറ്റിക്കാനൊന്നും പറ്റൂല. ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ അടുത്തതായിട്ട് റിനിയിലേക്ക് പോവുകയാണ്. കാരണം ഷമീർ TP തുടങ്ങി വെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിന്നും അതിനെ പ്രേംകുമാർ എന്ന് പറയുന്ന നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നൊരു മനുഷ്യൻ അതിനെക്കുറിച്ച് ആർജവത്തോടുകൂടി എഴുതി മുന്നോട്ട് വരുന്നു. അവിടെയും അത് ഈ പറഞ്ഞ കുറുക്കി കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു നമ്മൾ സ്ഥിരമായി ആവർത്തിക്കുന്ന മുഖ്യധാരാ മാധ്യമം എന്ന് പറയുന്ന സംഗതി ഇത് ഏറ്റെടുക്കുന്നില്ല. അവിടെയാണ് റിനിയുടെ പ്രസക്തി ഇരിക്കുന്നത്. റിനി ഒരു സ്വകാര്യ ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഹൂ കേസ് എന്ന പരാമർശം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, അത്തരമൊരു കാര്യം തുറന്നു പറയാൻ താൻ തയ്യാറാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് റിനിയോട് നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു ചോദ്യം, അടുത്തൊരു ചോദ്യം, ഇത് രാഹുൽ മാങ്കൂട്ടമാണോ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ ആ ഇൻ്റർവ്യൂവിന് ആ ഭാഗമാണ് ഞാൻ കണ്ടത്, ഇനി ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടതാണ്. പക്ഷേ ആ ഒരൊറ്റ പറച്ചിലാണ് ഇതിനെ കേരളീയ പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ചും നമ്മളുടെ മാധ്യമങ്ങൾക്ക് ഒഴിവാക്കാനാകാത്ത ഒരു സംഗതിയാക്കി മാറ്റിയെടുത്തത്. അപ്പം എനിക്ക് ആദ്യം ഇതിനകത്ത് റിനിയുടെ അഭിപ്രായം അറിയണം. റിനിയെ കോട്ട് ചെയ്തുകൊണ്ട് റിനിയുടെ ഈ അഭിമുഖത്തിൻ്റെ ചെറിയൊരു വാചകം അത് വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് വാർത്താ രൂപത്തിൽ എത്തിച്ച അൻഷാദിലേക്കാണ് എനിക്ക് അടുത്തത് പോകേണ്ടത്. ആദ്യം ഞാൻ റിനിയിലേക്ക് പോകുന്നു. റിനി എന്തായിരുന്നു ഈ പറയുന്ന ആ അഭിമുഖത്തിലേക്കും തുടർന്ന് അൻഷാദിലേക്കും ഒക്കെ എത്താൻ റിനിക്ക് എങ്ങനെ കഴിഞ്ഞു? റിനി ഇപ്പോഴും പൂർണ്ണമായും ധൈര്യവതിയായി തന്നെ കരുത്തോടെ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ആ പഴയ അനുഭവം തൊട്ട് ഇന്ന് വരെയുള്ള അനുഭവം പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ ആശ്വാസം കൂടിയായിരിക്കും. സർ പറഞ്ഞ പോലെ തന്നെ ഞാൻ അന്ന് എങ്ങനെയായിരുന്നു അതിലേറെ കരുത്തയായിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്നെ തകർക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാതെ കരുത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഇതിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ആ സമയത്ത് ഉണ്ടായ ഒരു കാര്യം, അതായത് എന്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തില് ഒരു അധ്യാപകൻ ചെറിയ രീതിയിൽ ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു മോശം ക്യാരക്ടർ ബിഹേവിയർ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനത് എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ അത് ഇഗ്നോർ ചെയ്ത് അത് പ്രത്യേകിച്ച് പ്രതികരിക്കാതെ പോയി. പക്ഷെ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടിക്ക് ഇതേ വ്യക്തിയിൽ നിന്ന്
വലിയൊരു ഉപദ്രവം ഉണ്ടാകുകയും അത് വാർത്തയാകുകയും അതിനെതിരെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇഷ്യൂസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഇത്രയും വർഷങ്ങൾ പല പെൺകുട്ടികൾ ഇതേ ദുരനുഭവം അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. കാരണം പിന്നെ ഒരു കേസ് അത് പുറത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ മാത്രം വിഷയമായിട്ട് കാണുന്നത് ഒരു വലിയ പ്രശ്നം. അപ്പൊ നമ്മുടെ മാത്രം പേഴ്സണൽ വിഷയമായി കണ്ട് സൊസൈറ്റി എന്ത് നമ്മളെ വിചാരിക്കും എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ പിൻഗാമികളായി വരുന്ന പെൺകുട്ടികൾ അതിലും ക്രൂരമായ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ അവരാ ബുദ്ധിപൂർവ്വം അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരത് ഫേസ് ചെയ്യും. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുന്നത് ഞാനും കൂടി ഒരു ഇൻഡയറക്ട്ലി ആ വേട്ടക്കാരനെ, ആ ക്രിമിനലിനെ സംരക്ഷിക്കുന്ന ഒരു മനോഭാവമാകും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പൊ ഞാൻ കരുതി ഐ ഷുഡ് സ്പീക്ക്. ഞാൻ സംസാരിക്കാതിരുന്നാൽ അത് ശരിയാകില്ല എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ എപ്പോഴൊക്കെയോ വന്നിരുന്നു. അപ്പൊ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാനും വിചാരിച്ചു വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് കരുതി ഇരിക്കുന്ന സമയത്താണ് വളരെ ആകസ്മികമായിട്ട് എന്നെ കൗമുദി ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് അവരെന്നോട് പല വിഷയങ്ങൾ ചോദിച്ചു. ഞാൻ രാഷ്ട്രീയത്തിലുമൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്റെ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ശ്വേതാ മേനോനൊക്കെ അമ്മയുടെ പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ അതേ സംബന്ധിച്ചൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ സ്ത്രീ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അത് പറഞ്ഞു. അപ്പോഴും ഞാൻ പേരെടുത്തോ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എനിക്ക് തോന്നി, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എവിടെയെങ്കിലും അത് മാർക്ക് ചെയ്തില്ലെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ, എനിക്കത് പിന്നീട് ഒരു പെൺകുട്ടി അയാളിൽ നിന്ന് ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ട് ആ കുറ്റബോധം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫീല് വന്നപ്പോൾ ഞാൻ ആ ഒരു കാര്യം, എനിക്കുണ്ടായ ഒരു വിഷമം എവിടെയെങ്കിലും പറയണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇത്രയും വലിയൊരു പ്രത്യാഘാതങ്ങൾ അതിൽ സംഭവിക്കുമെന്നോ അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം ആ ഇന്റർവ്യൂ വരാൻ കുറെ സമയം എടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അത് ഇന്റർവ്യൂ വരുന്നത്. അങ്ങനെ ആ ഇന്റർവ്യൂ വന്നു. അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ അതിന്റെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. ആ സമയത്താണ് അൻഷാദ് എന്ന് പറയുന്നത്, ഞാൻ ഏഷ്യാനെറ്റിൽ മുൻപ് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു, പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എന്നോട് എന്താണ് സംഭവം, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഒരു പരിചയം ഉള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയും അങ്ങനെ വീഡിയോ ചെയ്യുകയും ചെയ്തു. അത് പിന്നീട് വലിയൊരു ചർച്ചാ വിഷയമാവുകയും അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തോടുകൂടി മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴും എനിക്കൊരു മടിയായിരുന്നു, അത് സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞാനങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്തു, കാരണം അത് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതിലേക്ക് വരുമെന്നുള്ളൊരു പേടി എനിക്ക് വന്നു. പ്രത്യേകിച്ചും എന്റെ ഫാദർ ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. ഒരുപക്ഷെ ഞാൻ മുൻപ് തന്നെ സംസാരിക്കാൻ മടിച്ചിരുന്നതിന്റെ ഒരു കാരണം അതെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ എനിക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ക്ലോസ്നെസ്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് ഒക്കെ പേടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചെങ്കിലും മാധ്യമങ്ങൾ എന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ജസ്ട്രീനി ഇത് ഇത്രയും വലിയ വൈറലായ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, പേര് പറഞ്ഞ് അങ്ങനെ ഒന്നും ഒരു വിഷയത്തിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞില്ല, പേരൊന്നും പറയണ്ട എന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു ബൈറ്റ് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചതാണ്. അപ്പൊ എനിക്ക് എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ അവിടെ പറയുകയും, അന്ന് ഞാനങ്ങനെ ഇതിലെന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം എല്ലാവരും മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോലും മിണ്ടാതിരിക്കുമ്പോൾ ഐ ഷുഡ് വോയിസ് എന്നൊരു തോന്നലുണ്ടായി. ഞാൻ അതങ്ങനെ എന്തു വന്നാലും ശരി എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ അത് പിന്നീട് അത് വ്യാഖ്യാനങ്ങളായി, ആ ഒരു രീതിയിലേക്കൊക്കെ വലിയ വാർത്തകളായി, ചർച്ചകളായി. അപ്പോഴും പിന്നെ ഞാൻ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ആണ്. അതായത് ഞാൻ അതിനും 1 മാസം മുമ്പ് അറ്റൻഡ് ചെയ്ത ഒരു പരിപാടിയുടെ വീഡിയോസ് എടുത്തിട്ട് അത് അവരും എനിക്ക് തോന്നുന്നു ആ ചാനലുകാർ റീച്ച് കിട്ടാൻ വേണ്ടി ഇട്ടതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു വാർത്ത നിൽക്കുമ്പോൾ അവര് അത്തരം വീഡിയോസ് ഇടുമ്പോൾ റീച്ച് കിട്ടുമല്ലോ.
അതിന് വെച്ചിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇപ്പോ ഇവളിതേ നോക്കൂ ഇങ്ങനെ അല്പവസ്ത്രധാരിയായി വന്ന് നിൽക്കുന്നു, അപ്പൊ ഇവൾക്ക് ഫെയിമാണ് ഉദ്ദേശം, ഇവളുടെ ഉദ്ദേശം വേറെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. അത് പിന്നീട് ഞാൻ കാണുന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എത്രമാത്രം ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു ഇൻസിഡന്റ് കൂടിയാണിത്. കാരണം എല്ലാവരും ഇങ്ങനെ പലതരം കഥകൾ, ഇപ്പൊ എന്നെ കുറിച്ച് പറയാത്ത ഒരു കഥകളില്ല. ഞാൻ ആകെ എന്റെ മനസ്സാക്ഷിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യന് പറഞ്ഞിട്ടില്ല. ഇത് വരുമ്പോ മാത്രമാണ് എല്ലാവരും ഇങ്ങനെ ഷോക്ക്ഡ് ആവുന്നത്. എന്നിട്ടും ഒരുപാട് ഗൂഢാലോചനയുണ്ട് എന്ന് പറയുകയും ഞാൻ എന്റെ ഉദ്ദേശം വേറെയാണെന്ന് പറയുകയും ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കലും ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോഴും ഞാൻ ചിന്തിച്ചത് അയാളിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒക്കെ ഒരു മാറ്റം വരണം എന്ന് ഞാൻ ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സാധാരണ പുരുഷനും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലാകാൻ പാടില്ല എന്നുള്ളൊരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത് പറയാൻ ഭയപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഈ സമൂഹത്തെക്കുറിച്ചും എൻ്റെ സഹോദരിമാരെന്ന് ഞാൻ കരുതുന്ന മറ്റു പെൺകുട്ടികളെ കുറിച്ചുമാണ്. 100% റിനി പറഞ്ഞ കാര്യങ്ങൾ അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ്. കാരണം റിനിയുടെ ആ ഒരു വാചകമാണ് ഹൂ കേസ് ഇത് എന്ന് തുടങ്ങി അതിനോടനുബന്ധിച്ച് ചേർത്ത് വെച്ച വാചകങ്ങളാണ് അൻഷാദ് അത് വാർത്തയായി കണ്ടെടുക്കുന്നത്. അൻഷാദും ഞാനും ഒരുമിച്ച് ഈ ഫോർത്തിൽ ജോലി ചെയ്ത ആളുകളാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. ഇത് വന്നതിന് പിന്നാലെ, അതായത് റിനിയുടെ ഇങ്ങനത്തെ ഒരു സംഭാഷണം ശകലം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തരംഗമായി തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലൊരു വാർത്തയുണ്ടെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മാധ്യമപ്രവർത്തകൻ. അതായത് നമ്മളൊരു കാര്യം നമ്മുടെ സമീപത്തുകൂടി കടന്നു പോകുന്ന ഒരു കാര്യത്തിനകത്ത്, ഒരു കാറ്റിനകത്ത് പോലും ഒരു വാർത്തയുടെ അംശം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള കണ്ണ്, അത് പിടിച്ചെടുക്കാനുള്ള ചെവി എന്ന് പറയുന്നതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. റിനിയെ കറക്റ്റായി കണ്ടെത്തി റിനിയുടെ ഒരു ഓഡിയോ ഇൻ്റർവ്യൂ തയ്യാറാക്കി കൊടുത്തതാണ് ഇതിനകത്തെ വാർത്ത എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഷമീർ ടിപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, പ്രേംകുമാർ സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അവരുടെ ഇടപെടലുകൾ, അതിനുശേഷം റിനി കൗമുദി ചാനൽ പറയുന്ന ഈ ഭാഗം അത് വൈറലാവുന്നു. പക്ഷേ വാർത്ത എന്ന രൂപത്തിൽ, അതായത് ഇവിടെ മലയാള മനോരമ മുതൽ മറുനാടൻ വരെയുണ്ട്, അവിടെ ഒന്നും വാർത്തയാകപ്പെടാതെ പോയൊരു കാര്യം വളരെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആയിട്ട് അൻഷാദ് കൊടുക്കുന്നതാണ് ഇതിനകത്തെ ആദ്യ വാർത്തയായിട്ട് ഞാൻ ശരിക്കും പരിഗണിക്കുന്നത്. കാരണം അതിൻ്റെ അനുഭവങ്ങൾ അൻഷാദ് തന്നെ പങ്കുവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഷമീർ ടിപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു സുനോജ് വർക്കിയുടെ പോസ്റ്റുകൾ വന്നു. അങ്ങനെ പല പോസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഏത് രീതിയിൽ വാർത്തയാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് വാർത്തയാക്കാൻ പറ്റുമോ, അങ്ങനെ വാർത്തയാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു നിയമ നടപടിയിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറയുന്നത് ഈ ഏതായിരുന്നു ആ ഡേറ്റ്, ജൂലൈ 27 തോന്നുന്നു ഷമീർ ടിപിയുടെ പോസ്റ്റ് വന്നത് അല്ലെ? അപ്പൊ അതിനുശേഷം 25. അപ്പൊ ഞാന് ഇത് സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ തിരക്കിയാണ്. ഈ ഒരു മാധ്യമ പ്രവർത്തക ആര് എന്നുള്ള കാര്യമൊക്കെ ഞാനിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് ചാനലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ആ ചാനൽ ഏതാണെന്ന് എനിക്ക് പിടികിട്ടി. അത് ഞാൻ പറയുന്നത് ഈ ജൂലൈ 25 മുതലുള്ള കാര്യമാണ്. അതിനിടയ്ക്കാണ് VSന്റെ നിര്യാണം ഉണ്ടാവുകയും അവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനായ മറ്റൊരു സുഹൃത്തിനെ കാണുകയും അദ്ദേഹമായിട്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പുള്ളിയും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കിടന്ന് കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, പക്ഷെ അത് കൃത്യമായിട്ട് അതിനെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പുള്ളി പറയുകയും ചെയ്തു. പുള്ളി ഒരു KV മധു, പുള്ളി ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ്. അപ്പൊ പുള്ളിക്കും ഇത് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനും ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ എന്തായാലും പിന്നീടുണ്ടായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആദ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ തന്നെ ഏകദേശം 10ഓളം പരാതികൾ KPCCയുടെ മുന്നിലേക്ക് എത്തി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി.
ഞാൻ ഏകദേശം ഏഷ്യാൻ ന്യൂസിൽ 9.5 വർഷക്കാലം വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ, പല ബ്യൂറോകളിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ പല കോൺഗ്രസ് നേതാക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ പേഴ്സണലി വിളിച്ചു. ഇങ്ങനെ ഒരു പരാതി KPCCയുടെ മുന്നിലുണ്ടോ, എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ അതിൽ ചില നേതാക്കള് തിരിച്ചിങ്ങോട്ട് വാട്സപ്പ് കോളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പരാതികളുണ്ട്. ഏകദേശം 10ഓളം പരാതികൾ നമ്മുടെ മുന്നിലുണ്ട്, KPCCയുടെ മുന്നിലുണ്ട്. മാത്രമല്ല ഈ പുള്ളിയെക്കുറിച്ച് പല രീതിയിൽ കേൾക്കുന്നുണ്ട്. അതായത് നേരത്തെ പ്രേംകുമാർ ചേട്ടൻ പറഞ്ഞതുപോലെ ഇതില് ഇപ്പോഴും കോൺഗ്രസിന്റെ അകത്ത് ഇതിനെ പിന്തുണയ്ക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ അവരെയൊക്കെ വിളിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന വാർത്തയുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ജൂലൈ 28-ന് 2025 ജൂലൈ 28-ന് ഞാനൊരു വാർത്ത ചെയ്തു. മാങ്കൂട്ടത്തിനെതിരെ ഇനിയും പരാതികൾ, പണി പാളിയത് ഇങ്ങനെ എന്നുള്ള തലക്കെട്ടില്. ആ തമ്പനയിൽ ഇങ്ങനെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുങ്ങുന്നത് ഇങ്ങനെ. എന്നിട്ട് ഞാൻ അതിന്റെ, അതായത് എൻ്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടം എന്ന പേര് ആദ്യമായി കേരളത്തിൻ്റെ പൊതുവിടത്തിൽ ഉപയോഗിക്കുന്നത്, അതായത് ഒരു ഞാൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഫേസ്ബുക്കിൽ വ്യാജ ഐഡികളും നമ്മളെപ്പോലെ സാധാരണ ഐഡികളും ഒക്കെ നിറയുന്നൊരു സ്ഥലമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മറ്റ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും കേരളത്തിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളെ എല്ലാം കണക്കിലെടുത്താലും രാഹുൽ മാങ്കൂട്ടം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് അൻഷാദാണോ അല്ലയോ? ഞാൻ തന്നെയാണ്. ഞാൻ എല്ലാവരും മടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ തിരക്കിയപ്പോൾ എനിക്ക് കൃത്യമായ, ഷാനോസ് ഡേവിഡിന്റെ അടുത്ത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായ ഇൻഫർമേഷൻസ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ തിരക്കിയപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻഫർമേഷൻസ് തരാൻ തയ്യാറായി. ഈ സ്ഥാപനം ഏതാണ്, ഈ ഇവനാൽ പീഡിപ്പിക്കപ്പെട്ട ഈ പെൺകുട്ടി ആരാണ്, ഇതല്ല ഇതിനപ്പുറം 10 പേര് ഉണ്ട് എന്നുള്ള പല ഇൻഫർമേഷൻസ് എനിക്ക് മുന്നിലേക്ക് വരികയാണ്. അപ്പൊ പിന്നെ എനിക്ക് എന്തിന് ഞാൻ പിന്നോട്ട് നിൽക്കണം എന്നുള്ള ചോദ്യം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത് ചെയ്തില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിന് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞു നടക്കണം എന്നുള്ള ചോദ്യമാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജൂലൈ 28-ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് തന്നെ വാർത്ത ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ആരോപണമുണ്ട്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്, അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ആരോപണം. അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ സ്ഥാപനമാണ് പേജ് 10 സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 9 മാസം ആയതുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നിയമ നടപടി വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തായ ചില വക്കീലന്മാരുമായിട്ട് സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, നിന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട് എങ്കിൽ ആ പേര് പറയുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃത്യമായ ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വാർത്ത ചെയ്യുകയും, എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഈ വാർത്ത ചെയ്ത് ഒരു അടുത്ത ദിവസം, അതായത് വൈകുന്നേരം 8 മണിക്ക് എന്തോ അപ്ലോഡ് ചെയ്യുന്നു. അടുത്ത ദിവസം എനിക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകകൾ, ഒരുപാട് മാധ്യമ പ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകർ എനിക്ക് ഇങ്ങോട്ട് ഇൻഫർമേഷൻസ് കൈമാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാണോ? അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ആ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന്. കാരണം അവർക്കെല്ലാം അനുഭവമുണ്ട്. അവരുടെ എല്ലാം ഇൻബോക്സിലേക്ക്, അവരുടെ എല്ലാം ടെലിഗ്രാം മെസ്സേജിലേക്ക്, വാട്സപ്പിലേക്ക് ഇവന്റെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതും ആദ്യമായി കണ്ടവരെ വരെ കറങ്ങാൻ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവർക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്തുകൊണ്ട് നേരത്തെ പറയാം. അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ചില ഫ്ലർട്ടിങ് പലയിടത്തുനിന്ന് ഉണ്ടാവാറുണ്ട്, ആ രീതിയിൽ അതിനെ കണ്ടങ്ങ് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അവരെല്ലാവരും മറുപടി പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരു മാധ്യമ പ്രവർത്തക കൃത്യമായി ഇവനുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് തന്നു. ഇത് പുറത്തു പോകരുത് എന്ന് തന്നെ പറഞ്ഞിട്ട് അവര് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. അതോടുകൂടി ഇത് ഒരാൾക്കുണ്ടായ അനുഭവമല്ല, മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഒരാൾക്കുണ്ടായ അനുഭവമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൂടി ഞാൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ വാർത്ത അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് അല്ലെങ്കിൽ വെട്ടുകിളിക്കൂട്ടം അപ്പോഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവര് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് വാർത്ത വന്നാലും അതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അതോടുകൂടി ആ രണ്ടാമത് ചെയ്ത വാർത്ത അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിനിയുടെ ഇന്റർവ്യൂ ഞാൻ കാണുന്നത്. അപ്പൊ റിനിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ റിനിയുടെ നമ്പർ ഉണ്ട്. അപ്പൊ റിനിയും ഞാനും നേരത്തെ റിനി പറഞ്ഞതുപോലെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ റിനിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ റിനി പറഞ്ഞു, അതെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്കൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ, ഞാൻ ഒരു ഓഡിയോ അഭിമുഖത്തിന് ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വിളിക്കുന്നു.
റിനി എൻ്റെ അടുത്ത് ഒരു സൗഹൃദം ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ കൃത്യമായി രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് പേര് പറയാതെ ഹൂ കേഴ്സ് എന്നുള്ള ആ ഒരു വളരെ പ്രസക്തമായ ആ വാചകം ഉപയോഗിച്ച് തന്നെ പ്രതികരിക്കുന്നു. മാത്രമല്ല റിനി ഇത് പലയിടത്തും പറഞ്ഞിട്ട് ഇതിനൊരു പ്രതിഫലവും ഉണ്ടായില്ല. അതായത് ഇത് പല നേതാക്കളെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിലേക്കൊരു വന്നില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ റിനി പറയുന്നു. അതോടുകൂടി ഈ ഇന്റർവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, റിനിയുമായി ബന്ധപ്പെട്ട ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ അടുത്ത നിമിഷം തന്നെ ഒരുപാട് മാധ്യമപ്രവർത്തകർ എന്നെ വിളിച്ചിട്ട് റിനിയുടെ നമ്പർ ചോദിക്കും. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഏകദേശം എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. റിനിയുടെ നമ്പർ ചോദിക്കുന്നു. ഈ മൊമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഇതിന് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് റിനി ഇത് ഹൂ കേസ് പറയുന്നു, കുറച്ച് ദിവസങ്ങൾ പിന്നിടുന്നു, അത് വൈറലാവുന്നു. വെച്ചാൽ അത്യാവശ്യം ഈ വൈറലാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇടത് പ്രൊഫൈലുകൾക്കിടയിലാണ് ഈ വൈറലാവുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ വൈറലാവുക എന്ന് പറയുന്ന പ്രയോഗം ഇത് കേരളത്തിൽ മുഴുവൻ മനുഷ്യരും കാണുന്നൊന്നുമില്ല. മറിച്ച് അൻഷാദിൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ഇതിന് വേറൊരു തലം ഉണ്ടാകുന്നത്. അതിൽ നിന്നൊരു വാർത്ത പിക്ക് ചെയ്യാമെന്ന് മനസ്സിലാവുന്നത് അൻഷാദിന് മാത്രമാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷാനോസിന്റെ ഇവിടെ, അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ വാർത്തയുടെ പിറകെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു വാർത്ത നമ്മുടെ മനസ്സിൽ തട്ടി അങ്ങ് പോവുമെങ്കിൽ അത് അവിടെ കിടക്കും. ഇപ്പൊ പ്രേംകുമാർ ഏട്ടൻ്റെ അത് പറഞ്ഞാൽ മനസ്സിലാവും. അത് അവിടെ കിടക്കും. അപ്പോ ആ വാർത്ത പിന്നീട് അതിന്റെ എന്തെങ്കിലും ഒരു ചലനം എവിടെയെങ്കിലും ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് നമ്മളിലേക്ക് കയറി വരും. അത് ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നല്ല മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഈ സത്യത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയുണ്ടാവും, അല്ലെങ്കിൽ ഒരു അന്വേഷണ ത്വര എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപം ഞാനും കേട്ടിട്ടുണ്ട്, നേരത്തെയും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. അത് എന്റെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു. ഈ റിനി പറയുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ഞാൻ റിനി അങ്ങോട്ട് വിളിക്കുമ്പോൾ റിനി പറയുന്നു അതെ അത് രാഹുൽ മാങ്കുട്ടത്തിലാണ് എന്ന് പറയുന്നു. നമ്മൾ വാർത്ത ചെയ്ത് ആ വാർത്ത 2 മണിക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ വൈകുന്നേരം ഒരു 5-6 മണിയോട് കൂടി റിനിയുടെ അടുത്ത് മാധ്യമ പ്രവർത്തകരെല്ലാം എത്തുന്നു. ഞാൻ ഈ സമയത്ത് ടി വി കാണുന്നുണ്ട്. കാരണം നമ്മൾ കുറെ കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായതുകൊണ്ട് വാർത്ത എപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അൻഷാദിന്റെ വാർത്ത വന്നു. അൻഷാദിന്റെ വാർത്ത ഞാൻ കണ്ടു. അൻഷാദിന്റെ വാർത്ത കൊള്ളാം, അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഇതിന് പിന്നാലെ ഏതാണ്ട് അൻഷാദ് പറഞ്ഞ പോലെ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് എനിക്ക് തോന്നുന്നു റിനിയുടെ വീട്ടിലേക്കായിരിക്കും മാധ്യമപ്പട ഇരച്ചു കയറി ചെല്ലുകയാണ്. കാരണം 2025 ജൂലൈ മാസം 25-ാം തീയതി ഷമീർ ടി പി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തുടങ്ങി വെച്ച പോരാട്ടത്തിന്റെ ഫലം ഒരു മാസത്തിന് 5 ദിവസം പിന്നിട്ടപ്പോഴാണ്, 5 ദിവസം ഉള്ളപ്പോഴാണ് ഫലം ഉണ്ടായത്, അല്ലേ? അതല്ലേ ആ അൻഷാദിന്റെ വാർത്തയാണ് അവിടെ നിർണായകമായത്. അൻഷാദിന്റെ വാർത്ത വന്നതോടുകൂടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ചാനലുകളുടെ മൈക്കുകൾ, റിപ്പോർട്ടർമാർ, ക്യാമറമാർ മുഴുവൻ പേരും റിനിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഒരു പ്രതികരണമെങ്കിലും കിട്ടണം, റിനിയുടെ ഒരു പ്രതികരണമെങ്കിലും കിട്ടണം. കാരണം ഇതുവരെ മുഖ്യധാരയിൽ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടം എന്ന് പരാമർശിക്കപ്പെടാതെ പോയ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ പേരിലേക്ക് തന്നെ കൃത്യമായി അൻഷാദ് അതിനെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് അവർക്ക് റിനിയെ തേടിപ്പിടിക്കാതെ ഒരു തരം ഇല്ല, രക്ഷയില്ല എന്നൊരവസ്ഥയെത്തി. അങ്ങനെ അൻഷാദിനെ അവർ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഓഡിയോ വരെ ചോദിച്ച മാധ്യമ പ്രവർത്തകരുണ്ട്. അതായത് റിനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം റിനി ഒരു 2 മണി മുതൽ ഞാനിത് അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിനി ബിസിയായി, റിനി വേറെ ലെവലിലേക്ക് പോയി. അപ്പോ റിനിയെ കിട്ടാതെ ആയതോടുകൂടി പലരും എന്നെ വിളിച്ചിട്ട് ആ ഓഡിയോ ഞങ്ങളൊന്നും എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എടുത്തോളൂ, കുഴപ്പമില്ല. അപ്പോ അങ്ങനെ വരെ സംസാരിച്ച ആൾക്കാരുണ്ട്. അതായത് ഈ റിനി ഇനി പ്രതികരിക്കുമോ എന്നുള്ള ഒരു ആശങ്കയിൽ ഈ ഓഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അതായത് ഷമീർ ടി പി ഇപ്പൊ പോസ്റ്റ് ഇട്ടു, അത് കഴിഞ്ഞ് ജൂലൈ 27-ന് ഞാൻ ആ വാർത്ത ചെയ്യാൻ ഒരുപക്ഷെ ഞാനൊന്ന് പേടിച്ച് നിന്നിരുന്നുവെങ്കിൽ പിന്നീട് എനിക്ക് ഈ റിനിയെ പിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതാണ് എന്റെ പോയിന്റ്. റിനിയെ പിക്ക് ചെയ്യാൻ എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വാർത്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ വാർത്തയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എന്റെ മുന്നിൽ തന്നെ ഇപ്പോഴും പുറത്തു വരാത്ത 10 പരാതികളുണ്ട്. എന്റെ മുന്നിൽ തന്നെ 10 പേരോളം KPCCക്ക് പരാതി കൊടുത്ത ആൾക്കാരുണ്ട്. അതിൽ കോൺഗ്രസ് ഭാരവാഹിയുടെ മകളുണ്ട്. അങ്ങനെ പലരും. അതൊക്കെ ഒരു
പ്രഗ്നൻസിയിലോ ആ രീതിയിലോ പോയതോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരെല്ലാം യവനിൽ നിന്ന് മോശം അനുഭവം നേരിട്ടിട്ടുള്ളവരാണ്. അത് എനിക്ക് തോന്നുന്നു റെനിക്ക് ഉൾപ്പെടെ അറിയാമായിരിക്കും. പക്ഷെ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തതായിരുന്നു പ്രശ്നം. പരാതിയുമായിട്ട് നമ്മൾ ഓർമ്മിക്കണം, റെനി ഇത്രയും ഒരു വെളിപ്പെടുത്തൽ ധൈര്യത്തോടു കൂടി നടത്തിയിട്ടും ഈ പരാതി വരാൻ പിന്നെ ഒരുപാട് സമയമെടുത്തു. അന്നത്തെ ചോദ്യം എന്താണ്? അന്നത്തെ ചോദ്യം പരാതി എവിടെ എന്നായിരുന്നു ചോദ്യം. പിന്നെ നേരത്തെ പ്രേംകുമാർ ഏട്ടൻ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്കൊരു ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, അതായത് ഈ കെ ഷാഹിനയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു വിലയിരുത്തൽ അതാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്തതോടുകൂടി പലരും മനസ്സിലാക്കി. പലരും എന്നെ ആ വീഡിയോ ഏകദേശം 75K എന്തോ ഓടി. അതോടുകൂടി ഇത് എല്ലാവർക്കും മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം ഷമീർ ടി പി അതുവരെ പേര് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രേംകുമാർ ഏട്ടൻ ഇതുപോലെ നാട്ടിലെല്ലാം പാട്ടായി റേഡിയോ മാംഗോ എന്നുള്ള രീതി. അപ്പൊ ഞാൻ ഈ പേരുപയോഗിച്ചതോടുകൂടി പലർക്കും ഇത് മനസ്സിലായി. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടീം, ഈ സൈബർ വിങ്, അത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഫേക്ക് ഐഡിയകളല്ല, ഒറിജിനൽ ഐഡിയയിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രതികരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്. ഇന്നും ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് തർക്കിക്കുകയാണ്. അവര് പറയുന്നത് എന്തിന് ഈ സ്ത്രീകൾ പോയി അവന്റെ കൂടെ കിടന്നു എന്നാണ്. ഇതാണ് ചോദ്യം. അപ്പോഴും MLA ജോലി ഇതാണോ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ ജോലി ഇതാണോ എന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ ലക്ഷ്മി പത്മയും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉള്ള 4th ഞാൻ കൂടെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത ഒരു ഓണത്തിനെടുത്ത ഇന്റർവ്യൂ ആണ് ഇവര് പ്രചരിച്ചത്. നേരത്തെ പ്രേംകുമാർ ഏട്ടൻ പറഞ്ഞ ആ വീഡിയോ പ്രചരിപ്പിച്ച് അവർ ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്? അതായത് ഇത് ലക്ഷ്മി പത്മയാണ്, ഈ മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മയാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചത്. മനസ്സിലായോ? അതായത് അവിടെ ആ ടീമിന്റെ ബുദ്ധിയാണ് നമ്മൾ ആലോചിക്കാനുള്ളത്. അതായത് ഒരു മാധ്യമ പ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ലക്ഷ്മി പത്മയുടെ ഒരു വീഡിയോ, 4th പഴയ വീഡിയോ ഉപയോഗിച്ച് ഇടത് സൈബർ ലോകത്തു നിന്നൊരു പ്രചാരണം ഉണ്ടാകും എന്ന് വിശ്വസിക്കാനും മാത്രം മണ്ടന്മാരാണോ? എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ആളോടാണ്. അത്രയ്ക്കും മണ്ടന്മാരാണോ ഈ ഇടത് ആളുകളെന്ന് പറയുന്നത്? കാരണം ഏതോ പേര് വെക്കാത്ത എത്ര പോരാളി ഷാജിമാരുണ്ട് കേരളത്തിൽ. പോരാളി ഷാജിമാരെ കണക്കെടുത്താൽ പഞ്ചായത്തിൽ 4 വീതം കാണും. അപ്പം അത്തരമൊരു ഇതിൻ്റെ പേരിൽ ഷമീർ ടി പിയെ സംശയിക്കേണ്ടതുണ്ടോ, അല്ലെ പ്രേംകുമാറിനെ സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ സംശയ ദൃഷ്ടി നിർത്തി മുന്നോട്ട് പോകേണ്ട ഒന്നായിരുന്നു ഇത്. നമ്മളിപ്പം നോക്കൂ, ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്. എനിക്ക് അതുകൊണ്ട് അൻഷാദിനോട് അൻഷാദിനോട് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായി എനിക്കൊരു ചെറിയ ചോദ്യം മാത്രമാണ് ഷമീറിനോട് ചോദിക്കാനുള്ളത്. ഷമീറിന് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇല്ല, ലക്ഷ്മിയെ അതിലേക്ക് ഉൾപ്പെടുത്തിയത് കൃത്യമായ പദ്ധതിയോടെയാണ് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോയി ലക്ഷ്മി പത്മയിലേക്ക് എത്താനുള്ള കാരണം ഒന്നുമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ സഖാക്കൾക്ക് അങ്ങനെ ലക്ഷ്മി പത്മയോട് എന്തെങ്കിലും വ്യക്തിപരമായ ദേഷ്യമൊന്നുമില്ല. സന്ദർഭയോജന ഞാൻ പറയട്ടെ, ലക്ഷ്മി എൻ്റെ സുഹൃത്തു കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ ഞങ്ങൾ വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ്. അത് ലക്ഷ്മിയിലേക്ക് എത്തിയത് കൃത്യമായിട്ടുള്ള കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന്റെ പദ്ധതിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വീഡിയോകൾ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും ചില സൈബറിടത്തിലുള്ള ഇടതുപക്ഷക്കാരും അതിൽ പെട്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഐഡിയും ആ സമയത്ത് ഇത്തരം പ്രചരണങ്ങളുടെ ഭാഗമായി നിന്നിട്ടില്ല എന്ന് എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയും, ഉറച്ചു പറയാൻ കഴിയും. കാരണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിനെ തുടർന്നുണ്ടായ ചർച്ചകളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ഒരാളെന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഐഡിയും ഒരു ഇടതുപക്ഷ പ്രൊഫൈലും ഇത്തരമൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കൃത്യമായി അവരുടെ പദ്ധതിയായിരുന്നു. സത്യത്തിൽ ആ പദ്ധതി ആ ഘട്ടത്തിൽ വിജയിക്കുക കൂടി ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് നേരത്തെ ഷനോസ് പറഞ്ഞ ഷാഹിനെ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇടതുപക്ഷ പ്രവർത്തകരെ വിമർശിക്കാൻ വേണ്ടി വന്നത്. സന്ദർഭയോജന ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതിനകത്ത് ഇത്തരം ഒരു സീരിയസ് ആയ വിഷയത്തെ ഞാൻ തമാശവൽക്കരിക്കുന്നതല്ല. ഇത് പ്രചരിപ്പിക്കുന്നത് ഈ സൈബർ പോരാളികളെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഷമീർ ടി പി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ദീപക് പച്ച ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രേംകുമാർ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്.
അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സുനോജ് വർക്കി ജീവിച്ചിരിക്കുന്ന വർക്കി ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ നിരവധി ഇടതുപക്ഷ ഐഡികളുണ്ട്. ഇവരൊക്കെ നമുക്കറിയാവുന്ന പൊതുമധ്യത്തിൽ നിരന്തരം CPM-ന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി നിരന്തരം എഴുതുന്ന ആളുകളാണ്. അവരൊന്നുമല്ലാതെ പഞ്ചായത്തിൽ 4 വീതമുള്ള ഏതോ ഷാജി എഴുതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉദ്ധരിച്ച ലിംഗങ്ങൾ എന്ന നിലയ്ക്ക് CPM-നെ അല്ലെങ്കിൽ സൈബർ രംഗത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ ഉദാഹരണം വെക്കാനും മാത്രം വളരെ ചെറിയ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണോ ഇവരൊക്കെ? ഇനി എൻ്റെ ചോദ്യം ഷമീറിനോടും പ്രേംകുമാർ സാറിനോടുമാണ്. അത്രയ്ക്ക് ചെറിയ ബുദ്ധിയുള്ളോ? അത്രയും ചെറിയ ലോജിക്കൽ കുഞ്ഞു ബുദ്ധിയിൽ അത് അത്ര നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ബുദ്ധിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് ഷാനോസ് ഏട്ടാ, അത് അവർ പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോളാം. ഇത് ഈ സംഭവം, അതായത് ഈ ലക്ഷ്മിയുടെയൊക്കെ വീഡിയോ വന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് പറഞ്ഞു പൂർത്തിയാക്കുന്നത്. അതായത് ഈ ഏഷ്യാനെറ്റിലെ ആള് ലക്ഷ്മിയാണ് എന്ന് വരുത്തി തീർത്ത് ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് ലക്ഷ്മിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ അരിതാ ബാബുവിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഒരു പശുവിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലക്ഷ്മി നടത്തിയ ഒരു പരാമർശം ഈ CPM അണികൾക്ക് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്. അത് ലക്ഷ്മി മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലക്ഷ്മി എൻ്റെ അടുത്ത സുഹൃത്താണ്. ലക്ഷ്മിയുടെ ഒരു പിന്നെ രാഷ്ട്രീയ വിശ്വാസമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ലക്ഷ്മി ആ പറഞ്ഞതിനെ ഉപയോഗിക്കാൻ വേണ്ടി, അതായത് ലക്ഷ്മിയോട് ഇടതുപക്ഷ അനുഭാവികൾക്ക് ഉള്ള ദേഷ്യത്തെ മുതലാക്കാൻ വേണ്ടി നടത്തിയ വളരെ തന്ത്രപരമായ നീക്കമായിരുന്നു അത്. ആ നീക്കത്തിൽ ഒരു പക്ഷേ ഈ പറഞ്ഞവർ വീണുപോയതാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ടേക്ക് അതാണ്. എനിക്ക് രണ്ടുപേരുടെ ചോദ്യമുണ്ട്, ഷമീറിനോടുമുണ്ട് പ്രേംകുമാർ സാറിനോടുമുണ്ട്. അത്ര നിഷ്കളങ്കമായിട്ട് ഏതെങ്കിലും സൈബർ പോരാളി ഏതെങ്കിലും ഒരു പോരാളി ഷാജി കൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ അത് മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചിലേക്ക്, ഇടതുപക്ഷത്തിൻ്റെ തലയിലേക്ക് വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത്ര നിഷ്കളങ്കമായി കാണേണ്ട ഒന്നാണോ? അതാണ് ഏറ്റവും നമുക്ക് പെട്ടെന്ന് നിരാശയായി തോന്നിയത്. പ്രത്യേകിച്ച് ഷാഹിനയെ പോലെ ഇങ്ങനെ ഒരു സംഭവം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഷാഹിനയെ പോലുള്ള ഒരാള് ഇതെഴുതി ഇങ്ങനെ വലിയൊരു ഖണ്ഡ കാവ്യം എഴുതി ഈ വിഷയത്തെ മുഴുവനായിട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ നിരാശ ഉണ്ടായത്. ഷാഹിന വ്യക്തിപരമായി തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. അതായത് ഞാനാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്, ഇത് നിങ്ങൾ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് കരുതിയാണോ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ വ്യക്തിപരമായി തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ സത്യത്തിൽ ഞാനതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും വലിയൊരു സംഭവ വികാസങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഒരു വലിയൊരു വിഷയത്തിൽ ആദ്യമായി സാമൂഹ്യ മാധ്യമത്തിൽ എഴുതി എന്നുള്ളതിനൊരു മാധ്യമ പ്രവർത്തക ഡോക്യുമെന്റ് ചെയ്യുകയായിരുന്നു അത് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോൾ അതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ആ സന്ദർഭത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ടായി. കാരണം ഷാഹിനയ്ക്ക് ഈ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാം. എന്നേക്കാൾ കൂടുതലായിട്ട് ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്ന ഷാഹിനയാണ് ഇത് പറയുന്നത്. ഈ വിഷയത്തെ പൂർണ്ണമായിട്ട് ഡൈവേർട്ട് ചെയ്തു. ആ സമയത്ത് എനിക്ക് വലിയ നിരാശയാണ് ഉണ്ടായത്. ഷാഹിന അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർക്ക് എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാൻ മാത്രമുള്ള തെളിവുകൾ ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷെ ഷാഹിനയുടെ ആ ഒരു പോസ്റ്റ് വലിയ നിരാശാജനകമായിരുന്നു. ആ സംഭവത്തിൽ ആ വിഷയത്തെ പൂർണ്ണമായി ഇല്ലാതായി എന്ന് തന്നെ നമ്മൾ കരുതി. ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നും ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നും തന്നെ നമുക്ക് വലിയ വിമർശനങ്ങൾ ആ സന്ദർഭത്തിൽ ഉണ്ടായി. കാരണം ഇത്തരം ഒരു വിഷയം എന്തുകൊണ്ട് ഉയർത്തി എന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഈ വേളയിൽ പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു സമയത്ത് ഇത്തരം ഒരു വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ നേതാക്കളും പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടിയും ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ് ചെയ്യുക. ഇത്തരം വിഷയങ്ങളെ തൊടാതിരിക്കുക, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് കൃത്യമായി അകലം പാലിക്കുക എന്നുള്ളൊരു സമീപനമാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ചെയ്യുക. അപ്പൊ ഷാഹിനയുടെ പോസ്റ്റ് കൂടി വന്നതോടുകൂടി നമുക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. പക്ഷെ പറഞ്ഞത് സത്യമാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ തുടരെ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. എൻ്റെ അടുത്ത ചോദ്യം മാഷിനോടാണ്. സാർ ഇതിനെ എങ്ങനെയാണ് സാറ് കാണുന്നത്? കാരണം അത്രയ്ക്ക് IQ ലെവൽ കുറഞ്ഞ മനുഷ്യന്മാരാണ് ഇവരൊക്കെ. അതായത് പോരാളി ഷാജിമാരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഷമീർ TPയെയോ അല്ലെങ്കിൽ ദീപക് പച്ചയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാറടക്കമുള്ള ആളുകളെ, സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ ഒക്കെ മനസ്സിലാകാതെ
ഒരു പോരാളി ഷാജിയുടെ തലയിൽ മാത്രം വെച്ചുകൊണ്ട് CPM-നെ ആകമാനം ആക്രമിക്കാനും അതുപോലെ തന്നെ CPM-ൻ്റെ സൈബർ വിഭാഗം ഇതൊന്നും പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന ജോലിയല്ല ആരും. അവരവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി ആളുകൾ സൈബർ സ്പേസിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ CPM-കാർ അങ്ങനെ അവർ നേരിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് വരുത്തി ഒരു നിഷ്കളങ്കമായ ഒരു പോസ്റ്റാണോ ജൂലൈ മാസം 27-ാം തീയതി KK ഷാഹിനയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നൊരു ബലമായൊരു സംശയം എനിക്കുണ്ട്. കാരണം അത് അത്ര നിഷ്കളങ്കമായിരുന്നോ എന്ന് ഞാൻ സാറിനോട് ചോദിക്കണം. എൻ്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. പണിക്കർ ഷോട്ട് ഡെഡ് എന്നുള്ള ഹെഡ്ലൈൻ ഒക്കെ പ്രിന്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കാത്തിരിക്കുന്ന മമ്മൂട്ടി ഉണ്ടല്ലോ ന്യൂഡൽഹിയിൽ. വിഷ്ണുവിന്റെ അടുക്കുന്ന ഒരു മെസ്സേജ് കിട്ടിയാൽ മതി പുറത്തേക്ക് ഇറങ്ങിന്ന്, അപ്പൊ പ്രിന്റ് ചെയ്ത് ഇറങ്ങിക്കോളും ന്യൂഡൽഹി ഡയറി. അതേപോലെ ഇടതുപക്ഷത്തിനെതിരെയുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ നെക്സ്റ്റ് മൊമെന്റ് തൊട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനുള്ള ഡസൻ കണക്കിന് ചാനലുകളും 100 കണക്കിന് യൂട്യൂബ് ചാനലുകളും ലക്ഷക്കണക്കിന് പ്രൊഫൈലുകളും പത്രങ്ങളുള്ള ഒരു നാടാണ് കേരളം. പലപ്പോഴും CPM-ന്റെ പോലും തലമുതിർന്ന പല നേതാക്കന്മാരും മറന്നു പോകുന്ന ഒരു കാര്യം ഇതാണ്. എന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരൊറ്റ വാക്കിന്റെ മുകളിൽ പിടിച്ചിട്ട് മാസങ്ങളോളം ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാധനം എവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവരോട് പലപ്പോഴും മറന്നു പോകുന്നത്. ആ ഒരു സംഗതിയെ പറ്റിയിട്ട് 101% ബോധ്യമുള്ള ആളാണ് KK ഷാഹിന. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത്രയും കാലവും ചെയ്തിട്ടുള്ള വൃത്തികേടുകളെ പറ്റി ആ FB പോസ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് അറിയുന്നതിന്റെ 10-30 ഇരട്ടി വിവരങ്ങൾ, ആധികാരികമായ വിവരങ്ങൾ കയ്യിലുള്ള ആളാണ് KK ഷാഹിന. അത് നമുക്കിപ്പോ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. കാരണം ലക്ഷ്മി പത്മയ്ക്ക് അതിജീവിതയായിട്ടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ബന്ധം KK ഷാഹിനയ്ക്ക് ഉണ്ടെന്ന് എന്താ പറയാ, നമ്മൾ കേസ് കൊടുക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരിപ്പോ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നേ ഈ സ്ത്രീയായിട്ട് ബന്ധമുണ്ട്, കാര്യങ്ങൾ അറിയാം. വളരെ സ്വാഭാവികമാണ്. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത നിങ്ങൾക്ക് ഏഷ്യാനെറ്റിൽ ഒരു ജേർണലിസ്റ്റുമായിട്ടുള്ള ബന്ധം, കുറച്ച് മാസങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത അൻഷാദിന് റിനിയോടുള്ള സൗഹൃദം ഉണ്ടെങ്കിൽ ഷാഹിനിയെ പോലെ സീനിയർ ആയ ഒരു ജേർണലിസ്റ്റിന് ആ ഇതൊക്കെ ജൂനിയർ ആയിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള കണക്ഷൻ വളരെ സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ദുബായിലുള്ള ഷമീർ TP അല്ലെങ്കിൽ സുനോജ് അല്ലെങ്കിൽ എന്താ പറയാ പാർട്ടിയായിട്ട് ഔദ്യോഗിക ബന്ധമൊന്നും ഇല്ലാത്ത പ്രേംകുമാറൊക്കെ എഴുതുന്നതിന്റെ വരിന്റെ കുത്തിന്റെ ഇടയിലുള്ള ഒരു പ്രശ്നം കണ്ടുപിടിച്ചിട്ട് അതിനെ ബ്ലോ അപ്പ് ചെയ്യുന്ന ആളുടെ താല്പര്യം ഒരു കാരണവശാലും ഈ പ്രിഡേറ്ററെ ജനസമക്ഷം കൊണ്ടുവരികയല്ല. ഒന്നുകിൽ അയാളെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള വേറെ ആരെയോ രക്ഷിക്കുകയോ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സാധ്യത ഞാൻ കാണുന്നത് CPM-ന് വേണ്ടുന്ന ഐഡിയോളജിക്കൽ സപ്പോർട്ടും സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഒക്കെ കൊടുക്കാൻ ഞാൻ ഇവിടെയുണ്ട്, ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ടതില്ല. MA ബേബിക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാവല്ലോ എന്നുള്ളൊരു ബോധ്യത്തിൽ കഴിയുന്ന കുറെ ആളുകളുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു സാധനമാണ്. വേറെ ഒരാളും അത് ആരാണ് ഈ ഷമീർ TP, ആരാണ് ഈ സുനോജ് വർക്കി, പ്രേംബു പറഞ്ഞ കാര്യം പറയാനില്ല. ഇവരൊക്കെ ആരാണ് എന്നുള്ളത് എനിക്ക് ഒന്നും അറിയില്ലല്ലോ എന്നുള്ളൊരു ലൈൻ ഉണ്ടല്ലോ. അത് ആ ഒരു സാധനം ഇതെല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അതായത് അവർക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം, നിങ്ങൾ അത് പറയണ്ട, നിങ്ങൾ പറയുന്നതിന്റെ അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം എഴുതിയ നീണ്ട പോസ്റ്റിന് താഴെ എഴുതിയിട്ട് 2-3 തരത്തിലാണ് സ്ത്രീകൾ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്തുകൊണ്ട് നിങ്ങൾ എന്താ പറയാ അപ്പൊ പറഞ്ഞില്ല. പിന്നെ മൂന്നാമത്തേതാണ് നിങ്ങൾ പറഞ്ഞ പോസ്റ്റിലെ 4ാമത്തെ വരിയിൽ 2ാമത്തെ വാക്ക് ഞങ്ങളുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജി പ്രകാരം മാച്ചിങ് അല്ല. ഇങ്ങനെ പല രീതിയിലാണ് ആളുകളെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ ആ സാധനത്തെ കൂളായിട്ട് നമ്മൾ കടന്നു പോവുകയും അതിനെ മനോഹരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം. കാരണം ഷാഹിനയുടെ പോസ്റ്റും ബൽറാം ആർമിയുടെ അല്ലെങ്കിൽ മാങ്കൂട്ട് ആർമിയുടെ എനിക്കെതിരെയുള്ള പേഴ്സണലി എനിക്കെതിരായിരുന്നു അത്. ഈ ലിംഗം എന്നുള്ള സാധനം ഷമീറിനെ കൊള്ളൊന്നും പറഞ്ഞില്ല, കാരണം ഓനൊന്നത് യേശൂല എന്ന് അവർക്ക് അറിയാം. എന്റെ ചിത്രമൊക്കെ വെക്കുമ്പോഴാണ്, ഞാൻ ഒത്തിരി പ്രായമൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു നമ്മൾ ഈ കുളിരെന്നെ ഇതിനേക്കാളും തീർന്നു പോയതാണ്, അത് വേറെ കാര്യം. അതാണ് സത്യം പറഞ്ഞ എന്നെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട്. ഞാനതാ പിന്നെയും പറയുന്നത്, എനിക്ക് KK ഷാഹിനിയോടും VT ബൽറാമിനോടുമാണ്. നാളെ ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ പോലും എനിക്ക് എന്റെ ആ ലേഖനം സമർപ്പിക്കുന്നത് അവർക്കായിരിക്കും. അവർക്ക് ഇനിയും ഇവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്ന അതാണ്, അത് അവര് ബുദ്ധി ഇല്ലാത്തവരായതുകൊണ്ടല്ല, ഷാനോസ് ചോദിക്കുന്നവരെ ബുദ്ധി ഇല്ലാത്തവരായതുകൊണ്ടല്ല, ബുദ്ധി കൂടിയ ആളുകളായതുകൊണ്ടാണ്. ജനറേഷൻ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയോ DYFI വനിതാ വിങ്ങിന്റെ ദേശീയ സെക്രട്ടറിയോ ഒക്കെ കാണിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ആ ഒരു സംഘടനാ ബലത്തിലുള്ള അങ്ങനെയുള്ള ധൈര്യമാണ് റിനി പോലുള്ള അത്ര എന്താ പറയാ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഒന്നും അല്ലാത്ത ഒരാൾ കാണിക്കുന്നത്. അവരുടെ കരിയറോ എന്തും നശിച്ചു പോകാവുന്നതായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഒരു കഥ കൊണ്ട് കാണിക്കുന്നതാണെന്ന് വിചാരിക്കാം.
അത്രയും വേറെ അർത്ഥം ഞാൻ അങ്ങനെ എഴുതി പറയല്ല, വൾണറബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു കരിയറിൽ മീഡിയയിലായിരുന്നാലും പിന്നെ വിഷ്വൽ മീഡിയയിലായിരുന്നാലും ന്യൂസ് മീഡിയയിലായിരുന്നാലും ഒക്കെ ഇതിന്റെ കരിയറിന്റെ തുടക്കത്തിലൊക്കെ നിൽക്കുന്ന ഒരാൾ ഇത്രയും വലിയൊരു സാഹസം ഇറങ്ങി. ഇങ്ങനെയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ടെന്നേ. ഇവരൊന്നും ഒരു കാരണവശാലും അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല, വാഴാൻ പറ്റില്ല. പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അതിനിടയിലൊക്കെ കയറി വരും. അതിപ്പോ PT കുഞ്ഞു മുഹമ്മദ് ആയിരുന്നാലും വരും. അപ്പൊ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു നിലപാട് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ഞാൻ ആ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധയോടെ നിൽക്കുന്ന ആളാണ്. അത് PT കേസിലായിരുന്ന ഞാൻ അങ്ങനെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും എന്താ പറയാ പാർട്ടിയെ ശരണം എന്ന് വിചാരിക്കുന്ന പലർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവുന്നതും. പിന്നെ അത് വേറൊരു കാര്യം. ആ ഒരു ട്രാൻസ്പെറൻസിയും നമ്മൾ അതിൻ്റെ അകത്ത് കാണിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അടുത്ത ചോദ്യം റിനിയോടാണ്. മാസങ്ങൾ കടന്നുപോയി, 2026 എത്തി, അതിജീവിത പരാതി കൊടുത്തു, പിന്നെയും പരാതികൾ വന്നു, ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി, ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. റിനിക്ക് എന്താണ് താനെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങളെ ഇപ്പോൾ നോക്കിക്കാണാൻ കഴിയുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇതിങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്ന് കരുതിയല്ല. എന്റെ മനസാക്ഷിക്ക് തോന്നിയ അല്ലെങ്കിൽ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ അത് എങ്ങനെ വന്നാലും അതിനെ ഞാൻ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്നോ അല്ലെങ്കിൽ അതിൽ ഞാനൊരു പേഴ്സണൽ റിവെഞ്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ജസ്റ്റിസ് എന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് കണ്ടെത്തുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു മാനസിക വിഷമം കൂടിയുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളൊരു, കാരണം ഒരു ജനപ്രതിനിധി ഈ ഒരു രീതിയിലാണല്ലോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു വിഷമം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും അതിൽ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ഒരു അഭിമാനവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിലാണെങ്കിലും ഞാനൊരു നിമിത്തമായി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾക്ക് അത് തുറന്ന് പറയാനും അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികൾക്ക് ഒരു ഇതുപോലുള്ള ട്രാപ്പിലേക്ക് വീഴാതിരിക്കാനും ഒക്കെയുള്ള ഒരു നിമിത്തമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയൊരു അഭിമാനമുണ്ട്. കൂടാതെ ഒരു സെക്ഷൽ അസോൾട്ടോ എന്തെങ്കിലും ഒരു സെക്ഷൽ മെസ്സേജോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്തു പറയാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, ഫേസ് കാണിക്കാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളല്ല കരയേണ്ടത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കരയേണ്ട കാര്യമില്ല. സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ശരീരം മാത്രമല്ല. പലപ്പോഴും അങ്ങനെയാണ് സമൂഹം ഇപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളെ ആരെങ്കിലും ആക്രമിച്ചാലും നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു, ഇപ്പൊ സ്ത്രീക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരു അവസ്ഥയാണ്. ആ ചിന്താഗതിയൊക്കെ മാറി, അല്ല, തെറ്റ് ചെയ്തിട്ടുള്ള ആൾ ആരാണോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അയാളാണ് കരയേണ്ടത്. ഇരയാകുന്ന ആ വ്യക്തി തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആക്രമിക്കപ്പെട്ട നടിയാണെങ്കിലും ഒക്കെ കുറേയും കൂടി പുറത്തു വരാനും സംസാരിക്കാനും അവർക്കുണ്ടായിരുന്ന വിഷം, അത് ഞാൻ കാരണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഒരു പലരുടെയും പരിശ്രമങ്ങളുടെ ഫലമായിട്ട് അങ്ങനെ ഒരു മാറ്റം. ഇപ്പോ ഫ്രാങ്കോ കേസിലെ സിസ്റ്ററിന് അവർ ഫേസ് തന്നെ റിവീൽ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഫേസ് റിവീൽ ചെയ്യുന്നതിനോ നമുക്കുണ്ടായ ഒരു വിഷമത്തെ എന്തോ സ്ത്രീക്ക് മാത്രം എന്തോ വലിയ നഷ്ടം സംഭവിച്ചു എന്ന് കരുതുന്ന ആ ആറ്റിറ്റ്യൂഡൊക്കെ സമൂഹത്തിൽ നിന്ന് മാറണം. അപ്പൊ അതിനൊക്കെ വേണ്ടി സംസാരിക്കാനും പിന്നെ രാഷ്ട്രീയ തലത്തിൽ നടക്കുന്ന ഇത്തരം അധാർമിക പ്രവർത്തികൾക്കെതിരെ വിരൽ ചൂണ്ടാനും എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ അല്ലെങ്കിൽ പൗരോഹിത്യം, അതുപോലെ സിനിമ, ഇങ്ങനെയുള്ള മേഖലകളിലേക്കുള്ള ആളുകൾ ജനങ്ങൾ വളരെയധികം ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരിക്കലും അവർക്ക് കിട്ടുന്ന ആ സ്നേഹത്തിനെയും ആ ഒരു ഇൻഫ്ലുവൻസും ആ ഒരു സ്വാധീനവും ആ ലെവലൊന്നും ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യാനോ ദുർവിനിയോഗം ചെയ്യാനോ ഒരു കാരണമാകരുത്. അപ്പൊ അതിനെല്ലാം നമ്മളൊരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒന്നിച്ചു നിന്ന് അതിനെ തടയിടണം. നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആവേണ്ടത്, നമ്മുടെ അധികാരികളാവേണ്ടത് നല്ല മനുഷ്യരാണ്, നല്ല വ്യക്തിത്വങ്ങളാണ് വരേണ്ടത്. ഇനിയുള്ള ജനറേഷനിൽ അങ്ങനെയുള്ള ആളുകളാണ് കടന്നു വരേണ്ടത്. ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ കഴിഞ്ഞതിലും അത് അങ്ങനെ കുറെ പേരെയെങ്കിലും ചിന്തിപ്പിക്കാൻ കഴിഞ്ഞതിലും ഒക്കെ വലിയൊരു ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. ഈ കരിയർ വൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സിനിമ, അതുപോലെ മോഡലിംഗ് മേഖലയിലാണ് നിൽക്കുന്നത്. ആ മേഖല നിൽക്കുന്ന ഒരാൾ അതിഭയങ്കരമായൊരു തുറന്നു പറച്ചിൽ, സിംഗിൾ വാചകമാണെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിനെ സമൂലമായി മാറ്റി വലിയ സംഭവവികാസങ്ങളിലേക്ക് നയിച്ചു. അതുകൊണ്ട് എൻ്റെ ചോദ്യം, കരിയറിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ മറ്റോ എന്തെങ്കിലും ഇതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനത്തെ ഒരു സങ്കടം മറ്റോ എന്തെങ്കിലും ഉണ്ടോ റിനിക്ക്?
തീർച്ചയായിട്ടും കരിയർ വൈസ്, ഒരു പേഴ്സണൽ വൈസ് ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്നെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഞാൻ അതിനേക്കാൾ കൂടുതൽ ഈ സമൂഹത്തെക്കുറിച്ചും എന്റെ സഹോദരിമാരെന്ന് കരുതുന്ന മറ്റു പെൺകുട്ടികളെ കുറിച്ചുമാണ് ഞാൻ ചിന്തിച്ചത്. എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാനേ തോന്നില്ലായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചും കൂടി അറസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടി ആളുകൾ പിന്നെയും നമ്മൾ പറഞ്ഞത് തെറ്റില്ല എന്നെങ്കിലും ചിന്തിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ളൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ നേരിട്ട് കേട്ടിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് പറയുന്നു, നിങ്ങൾ മറ്റേ ചില ഇതിനു മുൻപ് വന്ന കേസിലെ ചില സ്ത്രീകളുടെ പേര് വെച്ചിട്ട് തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ചലച്ചിത്ര മേഖലയിൽ തന്നെയുള്ളവര് എന്നെ വിളിച്ചിട്ട് എന്തായിരുന്നു ഇതിന്റെയൊക്കെ ആവശ്യം, നിങ്ങൾ അത്തരത്തിൽ പണം മേടിച്ചിട്ടല്ലേ എന്നും, കരിയറിൽ ഇനി ഒരു സാധ്യതയില്ല, സിനിമാ മേഖലയിൽ പലരും കരിയറിൽ ഇനി വലിയൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ അങ്ങനെ വിഷമിക്കുന്നില്ല. കാരണം ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതിനേക്കാളും വലിയൊരു കാര്യമാണ് നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും നന്മയുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിയുക. ഒരുപക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഇതായിരിക്കും ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിന് സാധിച്ചതിൽ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ എനിക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലൊരു വ്യക്തി മാത്രമാണ്. എന്നാലും എനിക്ക് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ കാര്യം. അല്ലാതെ ഞാൻ 2-3 സിനിമയിൽ അഭിനയിച്ച് കുറെ കോടികൾ സമ്പാദിച്ച് വലിയൊരാളായിട്ട് ഇരിക്കുന്നതിലും എനിക്ക് സന്തോഷം അതാണ്. കുറച്ച് പെൺകുട്ടികളെങ്കിലും ഇത്തരം ട്രാപ്പുകളിൽ വീഴാതിരിക്കുക. അത് കൂടാതെ തന്നെ ഇത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഞാൻ പറഞ്ഞു, ഇത് ഒരാൾക്കെതിരെയുള്ള ഒരു പോരാട്ടമല്ല, ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ട്രാപ്പുകളിൽ സ്ത്രീകൾ വീഴരുത് എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് പറയുന്നത്. ഇതൊരു വ്യക്തിയായിട്ട് കണ്ട് അയാളെ മാത്രം മാറ്റി നിർത്താം എന്നല്ല. പെൺകുട്ടികൾ എപ്പോഴും ചിന്തിക്കണം, ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരുണ്ടാകാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ സമൂഹം നമുക്ക് വേണ്ടി നിൽക്കില്ല. കൂടുതൽ ആളുകളും സ്ത്രീയെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈവൻ സ്ത്രീകൾ പോലും. അത് നമുക്കിപ്പോ ഇവിടുത്തെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം. സ്ത്രീകൾ പോലും സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ സ്ത്രീകൾ കുറെയൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സാമൂഹികമായ ഈ ഒരു സ്ത്രീ വിരുദ്ധ സമീപനത്തിൽ നിന്ന് നമ്മുടെ കേരളം മാറണം, കുറേയും കൂടിയൊക്കെ മാറണം, പുരോഗമിക്കണം എന്നുള്ളതാണ്. നമ്മൾ പ്രബുദ്ധ ജനത എന്ന് പറയുമെങ്കിലും നമുക്ക് ആ പ്രബുദ്ധത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനെ ഞാൻ അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ കരിയർ മാത്രമല്ലല്ലോ, നമ്മൾക്കൊരു ഇമേജ് മോശമാക്കുന്ന ഒരു പ്രശ്നവും കൂടി ഉണ്ടല്ലോ, നമ്മളൊരു മോശക്കാരിയാണെന്നുള്ള. അത് പല ആളുകളും വിശ്വസിക്കുകയും ചെയ്യും. ഇവര് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെങ്കിലും ചില ആളുകൾ അത് കൂടുതൽ ചിന്തിക്കാതെ അവൾ അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണെന്ന് കരുതി നമ്മളെ കാണുന്നവരുണ്ടാവും. പക്ഷെ അതിനൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഞാൻ ആകെ ചിന്തിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്റെ മനസ്സാക്ഷിയുടെ ബോധ്യത്തിനനുസരിച്ച് സംസാരിച്ചു എന്നുള്ള. ഞാൻ എന്റെ മനസ്സാക്ഷിയെ മാത്രമാണ് ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റാരെയും ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, ബേസിക്കലി ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയായി തന്നെ തുടരട്ടെ. നീചനായ ഒരു മനുഷ്യനെ തുറന്നു കാണിക്കാൻ പ്രാപ്തമായ ഏറ്റവും വലിയ വാചകമായിരുന്നു അത്. അക്കാര്യത്തിൽ ഒരു കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക നിലയ്ക്ക് ഞാൻ എല്ലാ തരത്തിലുള്ള അഭിനന്ദനവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് അടുത്തത് ഷമീർ ടിപിയോടാണ് ചോദിക്കാനുള്ളത്. ഷമീറെ, 2025 ജൂലൈ 25 നമ്മൾ പറഞ്ഞ ദിവസം അതാണെന്ന് തോന്നുന്നു. ആ ദിവസത്തിൽ നിന്ന് നമ്മൾ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ജയിലിലാണ്. എന്താണ് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്? അതിൻ്റെ മുന്നോടിയായിട്ട് പറയട്ടെ, ഇപ്പോൾ റിനിയെ പോലെയുള്ള വ്യക്തിത്വമുള്ള നിലപാടുള്ള പുതിയ തലമുറയുടെ ആളുകൾ ഈ സമൂഹത്തിൽ കൂടുതൽ കേൾക്കാൻ, അതല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാൻ ഈ ഒരു സംഭവം കാരണമായി എന്നുള്ളതിന് ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾ നിശബ്ദതയിലും അതല്ലെങ്കിൽ മൗനത്തിലും ഒതുങ്ങുകയല്ല വേണ്ടത്. സമൂഹത്തോട് അത് ചർച്ച ചെയ്യാൻ, തുറന്നു പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്നുള്ളൊരു സന്ദേശത്തിന്റെ പൊട്ടൻഷ്യൽ, അതിന്റെ വലിയൊരു വലിപ്പം നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇങ്ങനെ പെൺകുട്ടികൾ തയ്യാറാവുമ്പോൾ വേട്ടക്കാരുടെ എണ്ണം താരതമ്യേന നന്നായി കുറയും. കാരണം സ്ത്രീകൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് പല കാലത്തും വേട്ടക്കാർ വലുതാവാനുള്ള ഏറ്റവും വലിയ കാരണം. എൻ്റെ പേര് പലതവണ ആവർത്തിക്കപ്പെട്ടും
ആവർത്തിക്കപ്പെട്ടതായിട്ടും അതല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ എന്തെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമായിട്ടോ അതല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പരിശ്രമമായിട്ടോ ഞാൻ ഒരിക്കലും അടയാളപ്പെടുത്തുന്നില്ല. ഈ ഒരു വിഷയം എന്നിലേക്ക് എത്തിയത് എൻ്റെ ഫേസ്ബുക്കിൽ ഉണ്ടാവുന്ന, എൻ്റെ പ്രൊഫൈലിൽ ഉണ്ടാവുന്ന റീച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കുണ്ടാവുന്ന സ്വീകാര്യതയുമാണ്. ആ സ്വീകാര്യതയുടെ കാരണം ഞാൻ ഇടപെടുന്ന സൈബർ സഖാക്കൾ അതല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന സൈബറിടത്തിന്റെ സഖാക്കളാണ്. അപ്പോൾ ആ പരിശ്രമം അവരുടെ കൂടി നേട്ടമായിട്ടാണ് ഞാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. മറിച്ച് എന്നോട് ഷാഹിന ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഷമീർ ഇങ്ങനെ ഫേസ്ബുക്കിലേക്ക് ഇത്തരം വിഷയങ്ങൾ എഴുതുന്നത് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടാണോ, ഗുണമുണ്ടാവുമെന്ന് കരുതിയിട്ടാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഷാഹിനെ പോലത്തെ ആളുകളോടുള്ള എൻ്റെ മറുപടി എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കൊടും ക്രിമിനൽ അകത്താവുന്നത് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അത് ഇടതുപക്ഷത്തിന്റെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു നേട്ടം അതിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും നേട്ടം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല ഞാൻ കൂടി അനുഭാവിയായി നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. മറിച്ച് ഒരു കൊടും ക്രിമിനൽ അകത്താവുമ്പോൾ നമ്മുടെ സമൂഹത്തിനാണ് നേട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ ഉമ്മ ഉൾപ്പെടുന്ന, എൻ്റെ പെങ്ങൾ ഉൾപ്പെടുന്ന, എൻ്റെ ഭാര്യ ഉൾപ്പെടുന്ന, നിരവധി എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന, ഷാഹിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിനാണ് അത് നേട്ടമുണ്ടാക്കിയത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അങ്ങേയറ്റം ഇതിന് തുടക്കം കുറിച്ച ആളെന്ന നിലയ്ക്ക് എത്രയൊക്കെ തരത്തിലും ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ഒന്നാമത്തെ ക്രെഡിറ്റ് അടയാളപ്പെടുത്തുക ഷമീർ TPയുടെ മുകളിൽ തന്നെയായിരിക്കും. അതിനകത്തൊരു സംശയവുമില്ല. രണ്ടാമത്തെ ക്രെഡിറ്റ് ഞാൻ തീർച്ചയായും കൊടുക്കുക പ്രേംകുമാറിന് തന്നെയായിരിക്കും. മൂന്നാമത്തെ ക്രെഡിറ്റ്, ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായ ക്രെഡിറ്റ് എന്ന് പറയുന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി നടത്തിയ പരാമർശത്തിനും അതിനുശേഷം അൻഷാദിന് കൊടുക്കാൻ കഴിഞ്ഞ ആ ഓഡിയോ ഇൻ്റർവ്യൂവിനുമാണ്. നാലാമത്തെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് 100% എൻ്റെ സഹപ്രവർത്തകനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ അൻഷാദ് അതിൽ നിന്ന് ഒരു വാർത്ത കണ്ടെത്തുകയും അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുകയും മറ്റു മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു ഗതിയും ഇല്ലാതെ റിനിയുടെ വീട്ടുപടിക്കൽ പോയി മൈക്കുമായി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഓഡിയോ സന്ദേശങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയും പിന്നീട് പരാതികൾ വരികയും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ, ഇപ്പോഴും നിയമസഭാ സാമാജികനായി തുടരുന്നയാൾ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തത് തന്നെ ഈ കേരളം മറന്നു പോകാൻ സാധ്യതയുള്ള ആളുകളാണ് നിങ്ങൾ 4 പേർ എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളെ 4 പേരെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. ഈ വിഷയത്തിൽ ഇത്രയും നേരം എനിക്കൊപ്പം പങ്കെടുത്ത 4 പേർക്കും, നിങ്ങൾ 4 പേരുമാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തെ ജയിൽ അഴിക്കുള്ളിലാക്കാൻ ഇടപെട്ടതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.